ജോയില ഞാനിപ്പോൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ വാട്സപ്പിൽ ആ ലിങ്കിൽ ഇന്ന് 5:30 എൻ്റെ മൊബൈലിൽ നിന്ന് ലിങ്ക് വിട്ടിട്ടുണ്ടായിരുന്നു. ആ ലിങ്കിൽ കയറാൻ നോക്കുമ്പോൾ നമുക്ക് റെക്കോർഡിങ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ sunilmuthai.org ടാബിലേക്ക് ആ ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്തത് ശരിയായി. അന്ന് അതിന് ഉണ്ടായിരുന്നു. അപ്പോൾ 4 പേര് ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ 1-2 ആൾക്കാർ ഗ്രൂപ്പിലങ്ങാണ്ട് ലീവ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? മെജോ ജോണും ലിബിൻ തോമസും നോട്ട് ഏബിൾ ടു ജോയിൻ. മീ ടു. ഓക്കെ. പിന്നെ ഒരു നമ്പറേ അതെനിക്ക് ഈ പേര് അതിൽ എഴുതിയിട്ടില്ല. മെജോ ജോൺ എന്ന് തോന്നുന്നു. സർ ഐ കുഡ് നോട്ട് ജോയിൻ. അത് കഴിഞ്ഞ ദിവസമാണ്. ക്യാൻ യു സെൻഡ് മീ ദ റെക്കോർഡിംഗ് ലിങ്ക്? ഐ മൈറ്റ് മിസ് ദ ക്ലാസ് എന്നുള്ള മെസ്സേജ് വന്നേക്കും. ഓക്കെ. എല്ലാവരും ഉണ്ടെന്ന് അറ്റൻഡൻസ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. അപ്പോൾ ഞാൻ 2 റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? യെസ്. ഗുഡ് ഈവനിങ്. ഓക്കെ, ഗുഡ് ഈവനിങ്. നമ്മൾ ഈ ബാച്ചിൽ എത്ര പേരുണ്ടായിരുന്നു ഓർക്കുന്നുണ്ട്? 6 പേരല്ലേ? മെജോ ജോൺ. ഓക്കെ. സാർ, ഒരു ലിബിൻ തോമസ് ജോയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു. ലിബിൻ പക്ഷേ ഞാൻ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റി. സാർ, ഞാൻ വിഷ്ണുവാണ്. ഞാൻ ഒരു 3 ക്ലാസ് ആയിട്ട് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ഒരു ഡ്യൂട്ടിയുടെ തിരക്ക് കാരണമായിരുന്നു. ഞാൻ റെക്കോർഡിങ്സ് കേട്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ് മാത്രം റെക്കോർഡിങ്സ് കണ്ടില്ല. ബാക്കി ഞാൻ റെക്കോർഡിങ്സ് കേട്ടായിരുന്നു. ശരി. കഴിഞ്ഞ ക്ലാസ്സിൽ റെക്കോർഡിങ് അഗെയിൻ നമുക്ക് മിസ്സായി. കാരണം വെച്ച് കഴിഞ്ഞാല് ഞാൻ ഒരു 5:30-6 മണി സമയത്ത് ഒരു റിമൈൻഡർ വിടാറുണ്ട് ഇതുപോലെ. പക്ഷെ ആ ഒരു ലിങ്കിൽ നിന്നാണ് ഞാൻ ഇവിടെ ഈ ഒരു സിസ്റ്റത്തിൽ കയറുന്നത്. വേറൊരു സിസ്റ്റം ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് നോക്കുമ്പോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ട്രേഡ് ടോക്സിലെ മെയിൽ ഐ ഡി ആണ്. ആ മെയിൽ ഐ ഡിയിൽ ആ ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് വേണം എൻ്റർ ചെയ്യാൻ. അതാണ് കഴിഞ്ഞ പ്രാവശ്യം റെക്കോർഡിങ് നമുക്ക് കിട്ടിയില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ പ്രാവശ്യം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് ഗ്രൂപ്പിലേക്ക് വിടാം. ഓക്കെ. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിരുന്നോ? ബാക്കി എല്ലാവരും അറ്റൻഡ് ചെയ്തിരുന്നോ? ലിബിൻ, മെജോ, രേഷ്മ? മെജോ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അറ്റൻഡ് ചെയ്തു. ഓക്കെ. വിഷ്ണു മാത്രല്ലേ കഴിഞ്ഞ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തുള്ളൂ? അതെ സാർ, അത് കുഴപ്പമില്ല. ഞാൻ വീഡിയോ കണ്ടോളാം. വീഡിയോ റെക്കോർഡ് കണ്ടോളാം. ഓക്കെ. കിട്ടിയായിരുന്നു, ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ റെക്കോർഡിങ് നടക്കാത്തതിന് പകരമായിട്ട് ട്രേഡിംഗ് വ്യൂവിൻ്റെ ട്യൂട്ടോറിയൽ ഓൾറെഡി ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് മതിയായിരുന്നോ? ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അതിൽ കവർ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അല്ലേ? ഞാനത് കണ്ടിട്ടില്ല. ഓൾമോസ്റ്റ് എല്ലാ ഓപ്ഷൻസും ആ വീഡിയോയിൽ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കണ്ടിരുന്നോ? ക്ലാസ് അറ്റൻഡ് ചെയ്തായിരുന്നെങ്കിലും പിന്നെ ആ വീഡിയോ നോക്കിയിരുന്നോ? ഇന്നൊന്നിലായിട്ട് ഇട്ടുണ്ടെന്ന് തോന്നുന്നു. ഓൾമോസ്റ്റ് എല്ലാ ഓപ്ഷൻസും സെയിം ആയിരിക്കും അല്ലേ?
ഓക്കെ, അപ്പോൾ നമുക്ക് അതിൽ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ഇല്ലയെന്ന് തോന്നുന്നു. ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ പഠിച്ചത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം, ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്യാം. അപ്പോൾ അത് വിഷ്ണുവിനോട് ഹെൽപ്പ് ആവും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ അതിൽ മിസ്സിങ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണിനെ കുറിച്ച് പഠിച്ചത് ആദ്യം നമ്മൾ ചാർട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് തുടങ്ങിയത് അല്ലേ. അപ്പോൾ പലതരം ചാർട്ടുകളുണ്ട്. ലൈൻ ചാർട്ട്, അതുപോലെ നമ്മൾ പിന്നെ കണ്ടത് ഏരിയ ചാർട്ട്, അതുപോലെ ഹൈലോ ചാർട്ട്. ഇവിടെ നിന്നാണ് തുടങ്ങിയത് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണിലേക്ക്. ഹൈലോ ചാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈമിൻ്റെ, ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് യൂസ് ചെയ്യുന്ന ടൈം ഫ്രെയിം 4 hour ആണ്. അപ്പോൾ നമ്മളിവിടെ വാട്ടർ മാർക്കിൽ കാണാം. സ്ക്രീൻ ഷെയർ ചെയ്തിട്ടില്ലേ? ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ നമ്മളിവിടെ ടോപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാർട്ട് മാറ്റാൻ പറ്റും. ചാർട്ട് ടൈപ്പ് എന്നാണ് ഇങ്ങനെ പറയുക. അപ്പോൾ ഇത് ബേസിക്കലി ക്യാൻഡിൽസിലാണ് കിടക്കണ്ടാവുക. ഇവിടെ പോയി കഴിഞ്ഞാൽ പലതരം ചാർട്ടുകൾ ഇങ്ങനെ കാണാം. ലൈൻ ചാർട്ട്, ഏരിയ ചാർട്ട്, പിന്നെ കോളം ചാർട്ട്. അപ്പോൾ നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഏറ്റവും എളുപ്പം ഹൈലോ ആദ്യം മനസ്സിലാക്കുന്നതാണ്. ഹൈലോ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈമിൻ്റെ, ഇപ്പോൾ UST CAD എന്ന് പറയുന്ന പെയറിൻ്റെ ഒരു പർട്ടിക്കുലർ ടൈം, അതായത് 4 മണിക്കൂറിൻ്റെ ചാർട്ടാണിത്. അപ്പോൾ ഹൈലോ ചാർട്ട് എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് പോയിന്റ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ടൈം ഫ്രെയിം എന്നാണ് പറയുക. അതായത് ഓരോ 4 മണിക്കൂറിലും മാർക്കറ്റ് ഉണ്ടാക്കിയ ഏറ്റവും ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് പോയിൻ്റാണ് ഈ ഹൈലോ ചാർട്ട് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അതുമായിട്ട് വളരെ ബന്ധപ്പെട്ടതാണ് ക്യാൻഡിൽ സ്റ്റിക്ക്. ഒരു ചെറിയ ഡിഫറൻസ് ഉള്ളൂ. ഇതിൽ 4 പോയിന്റ്സ് ആണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഹൈ ലോ മാത്രമല്ല, ഓപ്പണും ക്ലോസും കൂടി കാണിച്ചു തരും. അപ്പോൾ ഓപ്പൺ ക്ലോസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇത് പറഞ്ഞാൽ വളരെ ഈസിയാണ്. അപ്പോൾ ഒരു സ്റ്റോക്കിൻ്റെ എക്സാമ്പിൾ എടുത്തിട്ട് കനറ ബാങ്ക് ഇപ്പോൾ ഇന്ന് ഈ കളറ് 2 കളറുണ്ട് അല്ലേ ക്യാൻഡിൽ സ്റ്റിക്കിൽ. അപ്പോൾ ഈ റെഡ് കളർ സൂചിപ്പിക്കുന്നത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത വിലയുടെയാണെന്ന് താഴെയാണെന്ന് ക്ലോസ് ചെയ്തത്. ഫോർ എക്സാമ്പിൾ ഇന്ന് 9:15 ഓപ്പൺ ചെയ്ത വില എന്ന് പറയുന്നത് ഇവിടെയായിരുന്നു 132 രൂപ 74 പൈസ. ഇന്ന് വൈകിട്ട് 3:30 ക്ലോസ് ചെയ്തത് 131 രൂപ 52 പൈസയിലാണ്. ആ 2 വാല്യൂസാണ് ആ ബോക്സ് കൊണ്ട് നമുക്ക് കാണിച്ചു തരുന്നത്. ഈ 2 വിക്സ് ആണ് ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് പോയിന്റ് കാണിച്ചു തരുന്നത്. ഫോർ എക്സാമ്പിൾ ഹയസ്റ്റ് പോയിന്റ് ഇന്ന് 133 രൂപ 83 പൈസ വരെ പോയിട്ടുണ്ട്. ലോവസ്റ്റ് പോയിന്റ് ഇന്ന് 130 രൂപ 65 പൈസ വരെ പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് 4 വാല്യൂസാണ് ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ കാണിക്കുക: ഓപ്പൺ, ഹൈ, ലോ ആൻഡ് ക്ലോസ്. അതുപോലെ തന്നെ 2 കളറിലായിട്ടാണത്. ഗ്രീൻ ക്യാൻഡിൽ മീൻ ചെയ്യുന്നത് ഓപ്പണിന് മേലെയാണ് ക്ലോസ്, റെഡ് ക്യാൻഡിൽ മീൻ ചെയ്യുന്നത് ഓപ്പണിന് താഴെയാണ് ക്ലോസ്. അപ്പോൾ ഇതാണ് ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഒരു ബേസിക് അനാട്ടമി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ ഈ ഒരു ബോക്സ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ക്യാൻഡിൽ എന്ന് പറയുന്നു. ഈ ഒരു വിക്സ് അല്ലെങ്കിൽ സ്റ്റിക്സ് എന്ന് പറയുന്നു ഈ ഒരു തിരികളെ, ഹൈ ആൻഡ് ലോവസ്റ്റ് പോയിന്റിന് വിക്സ്, സ്റ്റിക്ക്, ടെയില് എന്നൊക്കെ പറയും. അപ്പോൾ ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ എന്ന് പറയുന്ന ഒരു ആശയം രൂപം കൊണ്ടത്. നമ്മളതിൻ്റെ ഹിസ്റ്ററി, വാല്യുവേഷനൊക്കെ കണ്ടാണ് ഒരു കഥ പോലെ. അപ്പോൾ ബേസിക്കലി എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ചില ഷേപ്പുകൾ വെച്ചിട്ട് മാർക്കറ്റ് മുകളിലേക്കാണ് താഴ്ത്തേക്കാണ് പോകുന്നതെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഒരു പരിധി വരെ. അപ്പോൾ അത് മാത്രം യൂസ് ചെയ്തിട്ട് നമ്മളൊരു ട്രേഡ് എടുക്കാറില്ല. അതിൻ്റെ കൂടെ മറ്റുള്ള കാര്യങ്ങൾ കൂടി നോക്കിയിട്ടാണ് നമ്മളൊരു ട്രേഡ് എടുക്കുക. ഫോർ എക്സാമ്പിൾ റൗണ്ട് നമ്പർ ലൈക്ക് 80 അല്ലേ. ചെറിയ സ്റ്റോക്കിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ ഓരോ 10ൻ്റെ ഗുണിതങ്ങളുമാണ് റൗണ്ട് നമ്പർ. 80 എന്ന് പറയുന്ന ഒരു റൗണ്ട് നമ്പർ. അപ്പോൾ അവിടെ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ വന്നാൽ അതിന് കുറച്ചുകൂടി പവർ ഉണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ച ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ് ബുള്ളിഷ് ഹാമർ, പച്ച ചുറ്റിക. അപ്പോൾ ഇവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരുന്നു, ബോഡിയുടെ 3 ഇരട്ടി വാല് വേണം, മൂക്കിൻ്റെ 3 ഇരട്ടി വാല് വേണം, എന്നാലാണ് അതൊരു നല്ല ലക്ഷണമൊത്ത ചുറ്റിക എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 1 ഇരട്ടി വാലുള്ളൂ എന്നുണ്ടെങ്കിലും അതിനെ ഹാമർ എന്ന് വിളിക്കാം. പക്ഷെ എപ്പോഴും ബെസ്റ്റ് ബോഡിയുടെ 3 ഇരട്ടി വാല് വേണം. അതായത് വാലിനെ കമ്പയർ ചെയ്യുമ്പോൾ ബോഡി വളരെ ചെറുതായ അത്ര നല്ലത്. ഇനി മൂക്ക് ഒട്ടും ഇല്ലെങ്കിലും കുഴപ്പമില്ല, മൂക്കും വളരെ ചെറുതായ അത്ര നല്ലത്. പിന്നെ നമ്മൾ പറഞ്ഞു ഈ വാല് അല്ലെങ്കിൽ ഈ മൊത്തം ക്യാൻഡിൽ സ്റ്റിക്ക് ഏകദേശം 1 ATR എങ്കിലും വേണം. അപ്പോൾ ATR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് ട്രൂ റേഞ്ച്. അപ്പോൾ ഇതൊരു ബേസിക്കലി ഒരു ഇൻഡിക്കേറ്ററാണ്. നമ്മളിത് എടുത്ത് നോക്കാനും നിൽക്കണ്ട, ഇത് വളരെ ഈസി ആയിട്ട് കണ്ണുകൊണ്ട് കണ്ടാൽ മനസ്സിലാക്കാവുന്ന തരത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ATR
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് ടു റേഞ്ച്. അപ്പോൾ അത് ഇവിടെ ഒരു പീരീഡ് ഉണ്ടായിരിക്കും, അതിന് ഇതിൻ്റെ സെറ്റിങ്സിൽ ലെങ്ത്ത് പീരീഡ് ഉണ്ടായിരിക്കും. ആ പീരീഡ് 100 നമ്മൾ കൊടുക്കേണ്ടത്. 100 1000 എത്ര വേണമെങ്കിലും കൊടുക്കാം. വലിയ സംഖ്യയാണ് കൊടുക്കേണ്ടത്. ചിലപ്പോൾ ഡീഫോൾട്ട് 14 ആയിരിക്കും. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മളൊരു 100 കൊടുക്കാം. മെയിൻ ചെയ്യുന്നത് കഴിഞ്ഞ 100 ക്യാൻഡിൽസിൻ്റെ ശരാശരിയാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ ATR വെച്ചൊന്നും കണ്ടുപിടിക്കണമെന്നില്ല. കണ്ണുകൊണ്ട് നോക്കിയിട്ട് കഴിഞ്ഞൊരു 19 ക്യാൻഡിൽസ് ആയാലും മതി. 19 ക്യാൻഡിൽസിൻ്റെ ഒരു ശരാശരി ഹൈറ്റ് ഉള്ളൊരു ക്യാൻഡിൽ എടുക്കുക. ഫോർ എക്സാമ്പിൾ ഇതിലേതെങ്കിലും ഒരു ശരാശരി ഹൈറ്റുള്ള ക്യാൻഡിൽ ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് പറയും? ഈ ഒരു ക്യാൻഡിലാണെന്ന് പറയാം അല്ലേ, ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ അല്ലേ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ. അപ്പോൾ ഒരു ഏകദേശ ഒരു ഐഡിയ, ഒരു ശരാശരി എത്രയാണെന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടുന്നില്ലേ? ഈ ഒരു റെഡ് ക്യാൻഡിൽ ഒരു ആവറേജ് ആണ് അല്ലേ. അപ്പം ഇതിൻ്റെ മൂന്നിൻ്റെയും വിട്ട് തമ്മിലൊരു ബന്ധമുണ്ട് അല്ലേ. ഇതാണ് ഒരു ശരാശരി ക്യാൻഡിലിൻ്റെ ഹൈറ്റ്. അപ്പോൾ ഇത് നമ്മൾ കണ്ണുകൊണ്ട് മനസ്സിലാക്കിയാൽ മതി. ATR എപ്പോഴും എടുക്കാൻ എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈ ഒരു ഹാമർ മിനിമം ഇത്രയെങ്കിലും വേണം. അതായത് ഇതിനിടയ്ക്ക് ചെറിയ ഇതുപോലുള്ള സംഭവങ്ങളൊന്നും ഹാമർ ആവണമെന്നില്ല. കണ്ടോ, ഇതുപോലൊരു ചെറിയ സാധനം, ഇതുപോലൊരു ക്യാൻഡിലൊന്നും അതിനൊന്നും ഒരു വാല്യൂ ഇല്ല. അപ്പോൾ നമുക്കൊരു നല്ല ബുള്ളിഷ് ഹാമർ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ, ഇതൊരു നല്ല ബുള്ളിഷ് ഹാമറാണ്. കാരണം എന്താ, നല്ലൊരു വാലുണ്ട്, ബോഡി വളരെ ചെറുതാണ്. ഈ ക്യാൻഡിൽ മിനിമം ഒരു ATRലും മേലെയുണ്ട്. ഈ ക്യാൻഡിൽ നല്ലൊരു റെഡ് ഹാമറാണ്, ചുവന്ന ഹാമർ അല്ലേ. ഈ ക്യാൻഡിൽ നല്ല ലക്ഷണമൊത്തൊരു ഹാമറാണ്. കാരണം എന്താ, ബോഡി ചെറുതാണ്, വാല്. അപ്പോൾ ഇതൊക്കെയാണ് ഹാമേഴ്സ്. പിന്നെ നമ്മൾ പഠിച്ചത് ഹാങ്ങിങ് മാൻ. ഹാങ്ങിങ് മാൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ ഹാമറിൻ്റെ കളറ് റെഡ് ആയാൽ ഹാങ്ങിങ് മാൻ. അപ്പോൾ അതിനെ റെഡ് ഹാമർ എന്ന് വേണമെങ്കിൽ നമുക്ക് എളുപ്പം വിളിക്കാം. അപ്പോൾ ഇത് രണ്ടുമാണ് ബുള്ളിഷ് ആയിട്ടുള്ള പാറ്റേൺസ്. ഇനി ബെയറിഷ് ആയിട്ടുള്ള പാറ്റേൺസ് എന്ന് പറഞ്ഞാൽ ഷൂട്ടിംഗ് സ്റ്റാർ, വാൽ നക്ഷത്രം. അപ്പോൾ അത് നേരെ തിരിച്ച് അല്ലേ, തല കീഴായിട്ടുള്ള ചുറ്റിക, റെഡ് ബോഡി, അതിനെയാണ് ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് പറയുക, വാൽ നക്ഷത്രം. അതുപോലെ തന്നെ ഇൻവെർട്ടഡ് ഹാമർ. ഇൻവെർട്ടഡ് ഹാമർ ഏകദേശം ഇതുപോലെ ഇരിക്കും, കുറച്ചും കൂടി വാല് വേണം, ബോഡി കുറച്ചുകൂടി ചെറുതായാൽ നല്ലത്. ഇൻവെർട്ടഡ് ഹാമർ ഇതുപോലെ ഇരിക്കും, തല കീഴായ ഗ്രീൻ ഹാമർ. അപ്പോൾ അത് റെഡ് ആണെങ്കിൽ ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് പറയും. റെഡ് ആണെങ്കിൽ ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് പറയും, ഗ്രീൻ ആണെങ്കിൽ ഇൻവെർട്ടഡ് ഹാമർ എന്ന് പറയും. ഇപ്പോൾ പേരിൽ വലിയ കഥയില്ല, നിങ്ങളിത് മനസ്സിലാക്കി പഠിക്കുക. ഹാമർ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റെഡ് ഹാമർ വന്നു കഴിഞ്ഞാൽ കളറിൽ പ്രസക്തിയില്ല, ഏത് കളറായാലും താഴെയാണ് വാലുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകാനാണ് സാധ്യത, മുകളിലാണ് വാലുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് താഴേക്ക് വീഴാനാണ് സാധ്യത. അപ്പോൾ ഈ 4 ക്യാൻഡിൽസിനും കൂടി കോമൺ ആയിട്ട് സാഹിബ്മാർ വിളിക്കുന്ന ഒരു ഓമന പേരാണ് പിൻ ബാറുകൾ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കളറല്ല നമ്മൾ നോക്കേണ്ടത്, വാല് താഴെയാണെങ്കിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകാനാണ് സാധ്യത, വാല് മുകളിലാണെങ്കിൽ മാർക്കറ്റ് താഴേക്ക് നിലം പതിക്കാനാണ് സാധ്യത. ഇനി നോക്കേണ്ടത് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഹാമർ അല്ലെങ്കിൽ റെഡ് ഹാമർ ആവണമെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് വന്നിട്ട് കാര്യമില്ല. അതായത് മാർക്കറ്റ് താഴെ നിന്ന് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് വന്നിട്ട് കാര്യമില്ല, ഒരു അപ് ട്രെൻഡിൻ്റെ അവസാനം വന്നിട്ട് കാര്യമില്ല, നേരെ മറിച്ച് ഒരു ഡൗൺ ട്രെൻഡിൻ്റെ അവസാനം വരണം. അപ്പോൾ ഈ ഹാമറിന് ഗ്രീൻ ഹാമർ ആയിക്കോട്ടെ റെഡ് ഹാമർ ആയിക്കോട്ടെ, ഈ ഹാമറിൻ്റെ മുമ്പുള്ള ക്യാൻഡിൽസുകൾ മുകളിൽ നിന്ന് താഴോട്ട് വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഒരു ഹാമർ കണ്ടാലാണ് അതിന് വാല്യൂ ഉള്ളൂ. അപ്പോൾ ഈ ദിശയും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നേരെ മറിച്ച് ഷൂട്ടിംഗ് സ്റ്റാർ അല്ലേ, ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഏതാണ്, റെഡ് ബോഡി, അതുപോലെ മുകളിൽ വലിയ വാല്, ചെറിയ മൂക്ക് താഴെ. അപ്പോൾ മാർക്കറ്റ് എവിടെ നിന്ന് വരണം? മാർക്കറ്റ് മുകളിൽ നിന്ന് വരണോ താഴെ നിന്ന് വരണോ? താഴെ നിന്ന് മുകളിലേക്ക് വരണം അല്ലേ. ഒരു അപ് ട്രെൻഡിൻ്റെ അവസാനം മാത്രമാണ് ഷൂട്ടിംഗ് സ്റ്റാറിന് പവർ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരു റൂള് പോലെ നമുക്കിത് ട്രേഡ് ചെയ്യാൻ മറക്കാതിരിക്കാൻ വേണ്ടി പറയാം, നമ്മൾ ഒരു അപ് ട്രെൻഡിൻ്റെ അവസാനം കണ്ടാൽ മാത്രമേ ഇത് ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് വിളിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത് ഷൂട്ടിംഗ് സ്റ്റാറേ അല്ല. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ ഈ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസ് ഒക്കെ കുറച്ചും കൂടി വർക്ക് ചെയ്യണതായിട്ട് നമുക്ക് തോന്നും. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു എക്സസൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്, 1 ഡേ ചാർട്ടിലോ 4 അവർ ചാർട്ടിലോ, അതായത് സ്വിംഗ് ട്രേഡേഴ്സ് യൂസ് ചെയ്യുന്ന ചാർട്ടിൽ കുറച്ച് എക്സാമ്പിൾസുകൾ കണ്ടെത്തുക. ഏതെങ്കിലും കറൻസികളിൽ, അത് ഏതെങ്കിലും മേജർ കറൻസികളിൽ അല്ലേ. അപ്പോൾ ആരെങ്കിലും അത് ചെയ്തിരുന്നോ? അതിന്റെ ഡേറ്റ് യൂറോ USD 1 അവറിൽ നോക്കി വെച്ചിട്ടുണ്ട് 2 ക്യാൻഡിൽ.
ഡേറ്റ് പറഞ്ഞോ. 8-ാം തീയതി ആ 14:30. 8-ാം തീയതി എന്ന് പറഞ്ഞാൽ ഈ മാസാണോ? യൂറോ USD 8-ാം തീയതി. 8-ാം തീയതി അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ കാണിക്കുന്നില്ല, എന്താണെന്നറിയില്ല. 14:30. ഓക്കെ, 8-ാം തീയതി കാണിക്കുന്നുണ്ട്. 8-ാം തീയതി. ഇത് ഇവിടെ ഡേറ്റ് 6 കഴിഞ്ഞ പിന്നെ 9 കാണിക്കുന്നത്, ഇതിൻ്റെ ഉള്ളിൽ 8 ഉണ്ട് അല്ലേ? ഓക്കെ 8-ാം തീയതി 11:30. 14:30 ഇത് അല്ലേ ഹാമർ? ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു ഹാമർ. നമ്മൾ ഇനി പ്രൊഫഷണൽ ട്രേഡേഴ്സ് ആയ നമ്മളിനി ഇതിനെ ഹാമർ എന്ന് വിളിക്കരുത്, കാരണം ബോഡിയുടെ 3 ഇരട്ടി വാലില്ല. ഓക്കെ, എന്നാൽ നേരെ മറിച്ച് ഇത് ഷൂട്ടിംഗ് സ്റ്റാർ ആണ്, ബോഡിയുടെ 3 ഇരട്ടി വാലുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. എന്നാലും അത് ഓൾമോസ്റ്റ് ഹാമർ ആണെന്ന് പറയാം. സാധാരണ എല്ലാവരും ഇതിനെ ഹാമർ എന്നാണ് വിളിക്കുക. ഓക്കെ. പിന്നെ ഏതെങ്കിലും? 8-ാം തീയതി 6:30. 8-ാം തീയതി ഈ മാസം 8-ാം തീയതി തന്നെ അല്ലേ? 6:30 കറക്റ്റ്. അത് ഷൂട്ടിംഗ് സ്റ്റാർ അല്ലേ? അതോ ഇതെന്താ പറയാ? ഷൂട്ടിംഗ് സ്റ്റാർ അല്ലേ പറഞ്ഞേ? ഹാമർ. ഹാമർ കറക്റ്റ് ഇതല്ലേ? പക്ഷെ ഇതൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇത് ഇതാ ഈ കാൻഡിലാണോ, ഗ്രീൻ കാൻഡിലാണോ, റെഡ് കാൻഡിലാണോ ഉദ്ദേശിച്ചത്? റെഡ് കാൻഡിൽ അതല്ല, യൂറോ USD 4 hour ചാർട്ടിൽ. 4 hour ചാർട്ടിലാ? ഇതാണോ? കറക്റ്റ് 6:30 അല്ലേ? കറക്റ്റ്. അപ്പൊ ഇത് റെഡ് ഹാമർ കറക്റ്റ് ആണ്. പെർഫെക്റ്റ്. ഞാൻ 1 hour ചാർട്ട് നമ്മൾ നോക്കിയ. അപ്പോൾ കുറച്ചുകൂടി നല്ല എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും അല്ലേ? ഇത് മുകളിലേക്ക് പോയിട്ടുണ്ട്, ഇത് മുകളിലേക്ക് പോയില്ല. പിന്നെ വേറെ ആരെങ്കിലും നോക്കിയിരുന്നോ? ഇതൊക്കെയല്ല, ഇതൊക്കെയാണ് ഷൂട്ടിംഗ് സ്റ്റാർ. ബോഡിയുടെ 3 ഇരട്ടി വാല്, മൂക്കിൻ്റെ 3 ഇരട്ടി വാല്. ഇതൊക്കെയാണ് ബോഡിയുടെ 3 ഇരട്ടി വാല്, മൂക്കിൻ്റെ 3 ഇരട്ടി വാല്. അപ്പോൾ ഇത് വാല് കുറച്ച് കുറവാണോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻഡിക്കേറ്ററിൽ പോവുക, ATR അടിക്കുക. ATR എത്രയാണെന്ന് നോക്കുക. ഞാനിവിടെ ഒരെണ്ണം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു, 2 വന്നു. അപ്പോൾ ഇവിടെ മൗസ് കൊണ്ട് വെച്ചിട്ട് ATR എത്രയെന്ന് നോക്കുക. എത്രയാണ്? 25 പിപ്സ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ബോട്ടത്തിൽ കാണാം. ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഒന്ന് വലുതാക്കി ഇടുന്നുണ്ട്. 25 പിപ്സ്. അപ്പോൾ മിനിമം 25 പിപ്സ് എങ്കിലും വേണം ഈ വാല്, അല്ലെങ്കിൽ ഈ ഷൂട്ടിംഗ് സ്റ്റാർ. എത്രയേ ഉള്ളൂ? 15 ഉള്ളൂ. അപ്പോൾ ഇത് നല്ലൊരു ഷൂട്ടിംഗ് സ്റ്റാർ അല്ല, ഇത് നല്ലൊരു ഷൂട്ടിംഗ് സ്റ്റാർ ആണ്. ക്ലിയർ ആയില്ലേ എന്താണ് ATR? അപ്പോൾ ATR കാണിക്കുന്നത് കഴിഞ്ഞ 100 കാൻഡിൽസിൻ്റെ ഒരു ശരാശരി ഹൈറ്റാണ്. ഒരു ലക്ഷണമൊത്ത കാൻഡിലാവണമെങ്കിൽ മിനിമം 1 ATR വേണം. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കാൻഡിൽസുകൾ നമ്മൾ കൂട്ടരുത്. ഇത് ബുള്ളിഷ് ഹാമർ അല്ല. 2 കാരണങ്ങളുണ്ട്. ഒന്ന്, മാർക്കറ്റ് മുകളിലേക്കാണ് പോണത്. ഹാമർ ആവണമെങ്കിൽ ഇവിടെ നിന്ന് വരണം അല്ലേ? തന്നെയല്ല, നീട്ടല്ല അല്ലേ? അപ്പോൾ 4 കാൻഡിൽ സ്റ്റിക്ക് നമ്മൾ വളരെ അടിവരയിട്ട് പഠിച്ചതാണ്. കാരണം അത് നമ്മളുടെ പല പല സ്ട്രാറ്റജികളും വളരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പഠിച്ച കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ് ഏതൊക്കെയാണ്? നിങ്ങൾ പേരുകൾ ഓർക്കുന്നുണ്ടോ? ട്വീസർ ബോട്ടം. ഇതേതാണ്? എൻഗൾഫിംഗ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒരു കുട്ടി കാൻഡിൽ വന്നാൽ മോർണിംഗ് സ്റ്റാർ അല്ലേ? ഓക്കെ, മോർണിംഗ് സ്റ്റാർ. പിന്നെ ഇത് ഏതാണ്? 11 പോലെ വന്നാൽ ട്വീസർ ടോപ്പാണോ ബോട്ടാണോ? ഇതെവിടെ വന്നാലായിരിക്കും, എങ്ങോട്ടായിരിക്കും മാർക്കറ്റ് പോവാ? മുകളിലേക്കായിരിക്കും താഴ്ത്തേക്കായിരിക്കോ? മുകളിലേക്ക്. അപ്പൊ ഇത് എവിടെ വരണം? മുകളിൽ വരണോ താഴെ വരണോ? താഴെ വരണം അല്ലെ? മാർക്കറ്റിന്റെ താഴെ വരണം. ഓക്കെ, ഇവിടെയാണ് കാണേണ്ടത്. അപ്പൊ അത്രയും കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ് ആണ് നമ്മൾ പഠിച്ചത് അല്ലേ? ഇനി അടുത്തൊരു കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ നമ്മൾ പറയാൻ വിട്ടുപോയൊരു കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ എന്ന് പറഞ്ഞാൽ മറബസു കാൻഡിൽ. മറബസു കാൻഡിൽ ബേസിക്കലി ബ്രേക്ക് ഔട്ടിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ബ്രേക്ക് ഔട്ട് ട്രേഡ്സ്.
അപ്പോൾ ബ്രേക്ക് ഔട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കുക എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ അത് പഠിക്കുന്നതോടൊപ്പം നമുക്ക് മർബസു ക്യാൻഡിൽ പഠിക്കാം. ഓക്കെ, അതായത് അധികം വിക്കില്ലാത്ത ഒരു സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിലിനെയാണ് മർബസു എന്ന് പറയാം. മുകളിലും താഴെ അധികം വിക്കില്ലാത്ത ഒരു ഗ്രീൻ ക്യാൻഡിൽ. അത്യാവശ്യം സൈസും ഉണ്ടാവണം, 180R ഉണ്ടാവണം. പക്ഷെ ഇത് താഴെ വിക്കുണ്ടായതുകൊണ്ട് കുഴപ്പമില്ല, മുകളിൽ ഒട്ടും വിക്കില്ലാതിരുന്നത് നല്ലത്. അത്തരത്തിലുള്ള ക്യാൻഡിലിനെയാണ് മർബസു എന്ന് പറയുക. അത് നമ്മൾ അതിൻ്റെ പ്രയോഗങ്ങൾ അല്ലെങ്കിൽ അത് എവിടെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ ബ്രേക്ക് ഔട്ട് പഠിക്കുമ്പോൾ പഠിക്കും. ഓക്കെ, അപ്പോൾ ബെയറിഷ് മർബസു ആണെങ്കിൽ താഴെ വിക്കുണ്ടാവാൻ പാടില്ല. റെഡ് മർബസു ആണെങ്കിൽ ഇവിടെ താഴെ വിക്കുണ്ടാവാൻ പാടില്ല, മുകളിൽ വിക്ക് ഉണ്ടായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതൊരു മർബസു ക്യാൻഡിലാണ്, ഇതൊരു മർബസു ക്യാൻഡിലാണ്. അതുപോലെ ഗ്രീൻ മർബസു എന്ന് പറയുകയാണെങ്കിൽ മുകളിൽ വിക്കുണ്ടാവാൻ പാടില്ല. ഇത് പെർഫെക്റ്റ് മർബസു ആണ്. പെർഫെക്റ്റ് മർബസു എന്ന് പറഞ്ഞാൽ ഒട്ടും വിക്കില്ല. മർബസു എന്ന് പറഞ്ഞാൽ ചെറിയ വിക്കാവാം. അപ്പോൾ മർബസു എന്ന് പറഞ്ഞാൽ കഷണ്ടി എന്നാണ് അർത്ഥം ജപ്പാനിൽ. അതായത് മുകളിൽ വിക്കുണ്ടാവാൻ പാടില്ല. അപ്പോൾ ഗ്രീൻ ആണെങ്കിൽ മുകളിൽ മാത്രമേ നോക്കുള്ളൂ, റെഡ് ആണെങ്കിൽ താഴെ മാത്രമേ നോക്കുള്ളൂ. അപ്പോൾ അതൊരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ സിഗ്നലാണ്. അതായത് അങ്ങനത്തെ ക്യാൻഡിൽസ് കണ്ടാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ മാർക്കറ്റ് ശക്തമായിട്ട് മുകളിലേക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഗ്രീൻ ആണെങ്കിൽ മുകളിലേക്ക് പോകും, റെഡ് ആണെങ്കിൽ താഴത്തേക്കും. അപ്പോൾ അതിന് ബ്രേക്ക് ഔട്ട് സെക്ഷനിൽ നമ്മൾ വീണ്ടും റീവിസിറ്റ് ചെയ്യും. പിന്നെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മാർക്കറ്റ് സ്ട്രക്ചർ ആൻഡ് ടൈപ്സ്. ഇപ്പോൾ ബേസിക്കലി നമ്മൾ ട്രേഡ് ചെയ്യണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു ഇൻഫോർമേഷനാണ് അല്ലെങ്കിൽ ഒരു സ്കില്ലാണ് മാർക്കറ്റ് സ്ട്രക്ചർ പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത്. മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കെൽട്ടൺ ആണെന്ന് നമുക്ക് പറയാം. അതായത് മാർക്കറ്റ് ഫ്ലോ ചെയ്യുന്നതിൻ്റെ ഒരു പാറ്റേൺ കണ്ടുപിടിക്കാനുള്ളൊരു കഴിവ്. അപ്പോൾ അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടാക്കണം. അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് ഒരു ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ റാൻഡമായിട്ട് ഏതെങ്കിലും ഒരു ചാർട്ട് എടുക്കാം, NST CAD. അപ്പോൾ ഇത് നമുക്ക് നോക്കിയിട്ട് പറയാൻ പറ്റണം ഇത് ഏത് ടൈപ്പ് മാർക്കറ്റാണ് എന്നുള്ളത്. എന്നാലാണ് നമുക്ക് അതിനനുസരിച്ച് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണുന്നത് ഇതൊരു അപ് ട്രെൻഡാണ്, അപ് ട്രെൻഡ് സ്ട്രക്ചറാണ്. അപ്പം ഇങ്ങനെ കാരണം മാർക്കറ്റ് മുകളിലേക്ക് ഇങ്ങനെ ഒഴുകി പോകുന്നു. അപ്പോൾ ഏത് ട്രെൻഡിലാണ് മാർക്കറ്റ് എന്നുള്ളത് മനസ്സിലായാലാണ് നമുക്ക് അതിൽ എവിടെ ട്രേഡ് എടുക്കണം, എങ്ങനെ ട്രേഡ് എടുക്കണം, എന്തൊക്കെ നോക്കണം എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ സ്ട്രാറ്റജീസൊക്കെ ബിൽഡ് ചെയ്തേക്കണത് ഈ മാർക്കറ്റ് ടൈപ്സിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ബേസിക്കലി മാർക്കറ്റിനെ നമുക്കൊരു 6 തിരിക്കാം. അപ്പോൾ ഒന്ന് അപ് ട്രെൻഡ്. അപ്പോൾ മാർക്കറ്റ് നേരെ ഇങ്ങനെ മുകളിലേക്ക് പോകാറില്ല, വളഞ്ഞൊടിഞ്ഞാണ് പോവാറ് അല്ലേ. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ബൈയിങ് സെല്ലിങ് പ്രഷർ കൊണ്ട് ആണെന്ന് പറയാം. അതായത് ബയേഴ്സും സെല്ലേഴ്സും ഉള്ളതാണ് ഒരു ചന്ത അല്ലേ. അപ്പോൾ കുറേ പേര് വാങ്ങും, കുറേ പേര് വിൽക്കും, അങ്ങനെയാണ്. അപ്പോൾ ഒരു സ്റ്റോക്ക് കുറേ പേര് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ അങ്ങോട്ട് കയറി പോകുന്നില്ല. കുറേ പേര് വാങ്ങുമ്പോൾ മുമ്പ് വാങ്ങിയവർക്കൊക്കെ പ്രോഫിറ്റ് എടുക്കണ്ടേ. അപ്പോൾ കുറേ പേര് പ്രോഫിറ്റ് എടുക്കുമ്പോൾ കുറച്ച് മാർക്കറ്റ് താഴേക്ക് വരും. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും കുറേ പേര് ചുളിവ് വിലക്കി കിട്ടാൻ കാത്തിരിക്കുന്നവരുണ്ടാവും. അവർ വാങ്ങുമ്പോൾ വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോകും. അങ്ങനെ ഒരു തിരമാല പോകുന്ന പോലെയാണ് മാർക്കറ്റ് സഞ്ചരിക്കുക. അപ്പോൾ എല്ലാ ടൈപ്പ് മാർക്കറ്റിലും ഈ ഒരു വേവ് ഉണ്ടായിരിക്കും, ഒരു തിരമാല അല്ലെങ്കിൽ ഒരു സൈക്കിൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള മാർക്കറ്റ് ടൈപ്പ് എന്ന് പറയുന്നത് അപ് ട്രെൻഡ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു നോമിനേഷൻ അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ഉണ്ടാക്കിയിട്ടാണ് മാർക്കറ്റ് പോവുക. അപ്പോൾ ഇതിങ്ങനെയാണ് ബേസിക്കലി ടെക്സ്റ്റ് ബുക്കിൽ വരയ്ക്കുക. ഈ ഹൈയുടെ മേലൊരു ഹൈ ഉണ്ടാക്കി അതിനെ ഹയർ ഹൈ എന്ന് വിളിക്കുന്നു. അതിന് മേലൊരു ഹൈ ഉണ്ടാക്കി അല്ലേ, ഹയർ ഹൈ. ഇവിടെ ഹയർ ലോ, ഈ ലോക്ക് മേലൊരു ലോ ഉണ്ടാക്കി അതിന് മേലൊരു ലോ ഉണ്ടാക്കി. അപ്പോൾ ഇത് പലപ്പോഴും നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ടൈപ്പ് ചെയ്താൽ നല്ലതാണ്. ഹയർ ഹൈനെ HH എന്ന് ടൈപ്പ് ചെയ്യും, ഹയർ ഹൈ, ഹയർ ഹൈ. അതുപോലെ ഹയർ ലോനെ HL എന്ന് ടൈപ്പ് ചെയ്യും, HL, ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ്. ഇതാണ് അപ് ട്രെൻഡ്. അപ്പോൾ ഇനി നേരെ മറിച്ച്, അപ്പോൾ ഞാൻ ഇനി ഹയർ ഹൈസ് ഹയർ ലോസ് എന്ന് എഴുതുന്നില്ല. ഇനി നേരെ ഓപ്പോസിറ്റ് എന്തായിരിക്കും വരിക, ഡൗൺ ട്രെൻഡ് അല്ലേ. മാർക്കറ്റ് ഇങ്ങനെ വേവ് ചെയ്ത് താഴത്തേക്ക് പോകുന്നു. ലോവർ ലോസ്, ലോവർ ഹൈസ്, LH, LL, ഇങ്ങനെ പോകുന്നതാണ് ഡൗൺ ട്രെൻഡ്.
അപ്പോൾ അപ് ട്രെൻഡ് ഡൗൺ ട്രെൻഡ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു പാമ്പ് പോണ പോലെ വരച്ചാലും അത് ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കണം, അത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നതാണ്, അല്ലെങ്കിൽ അതിൻ്റെ നോമിനേഷൻ മാത്രമാണ്. ബേസിക്കലി മാർക്കറ്റ് അങ്ങനെ പോകണമെന്നില്ല. മാർക്കറ്റ് ഇതിനുള്ളിൽ ഒരുപാട് സിമിലർ ഹൈസും ഈക്വൽ ഹൈസും ലോവർ ലോസൊക്കെ മിക്സ് ചെയ്തിട്ടാണ് പോവുക. അപ്പോൾ നമുക്ക് യഥാർത്ഥമായിട്ടുള്ളൊരു സ്ട്രക്ചർ ഒന്ന് വരച്ച് പഠിക്കാം. അപ്പോൾ ഒരു ബുള്ളിഷ് സ്ട്രക്ചർ സിംപ്ലിഫൈഡ് വെർഷൻ വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങളിങ്ങനെ വരയ്ക്കണം. ഒരു നോട്ട് ബുക്കും പേന എടുത്തിട്ട് ഹയർ ഹൈസ് ഹയർ ലോസ്. പക്ഷേ റിയലിസ്റ്റിക് വേർഷൻ വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങളിങ്ങനെ വരയ്ക്കണം. ഒരു ഹൈ ഉണ്ടാക്കി ഒരു ലോ ഉണ്ടാക്കി, അനദർ ഹയർ ഹൈ ഉണ്ടാക്കി ഹയർ ലോ ഉണ്ടാക്കി, ദെൻ ലോവർ ലോ ഉണ്ടാക്കി ഈക്വൽ ഹൈ ഉണ്ടാക്കി, ഹയർ ഹൈ ഉണ്ടാക്കി ലോവർ ലോ ഉണ്ടാക്കി, ഹയർ ഹൈ ഉണ്ടാക്കി ഹയർ ലോ ഉണ്ടാക്കി, ഹയർ ഹൈ ഉണ്ടാക്കി ഈക്വൽ ലോ ഉണ്ടാക്കി, ഹയർ ഹൈ ഉണ്ടാക്കി ഹയർ ലോ ഉണ്ടാക്കി, ഹയർ ഹൈ ഉണ്ടാക്കി ഹയർ ലോ ഉണ്ടാക്കി, ഈക്വൽ ഹൈ ഉണ്ടാക്കി ലോവർ ലോ ഉണ്ടാക്കി, ഹയർ ഹൈ ഉണ്ടാക്കി ഹയർ ലോ ഉണ്ടാക്കി. അപ്പോൾ ഇതാണ് റിയലിസ്റ്റിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ വരയ്ക്കുന്ന പോലെയല്ല മാർക്കറ്റ് പോവുക, പക്ഷെ അതിൽ ഇങ്ങനെയായിരിക്കും മാറി മാറി ഉണ്ടാവുക. അതായത് പലപ്പോഴും ഇതിൽ നമുക്ക് കാണാവുന്നത് ഹയർ ഹൈ ഹയർ ലോസ് ആണ്, അതാണ് അതിൻ്റെ മുഖമുദ്ര. പക്ഷേ ഇതിനിടയ്ക്ക് ചില സ്ഥലങ്ങളിൽ ലോവേഴ്സ് ഉണ്ടായിരിക്കും. ലോവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ഹൈസും ലോവർ ലോസും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഈക്വൽ ആണ് അല്ലേ, അപ്പോൾ അത് ബ്ലൂ ആയിട്ട് മാർക്ക് ചെയ്യാം. ഇവിടെ ലോവറാണ്, അപ്പോൾ അത് റെഡായിട്ട് മാർക്ക് ചെയ്യാം. ഇവിടെ ഈക്വൽ അല്ലെങ്കിൽ ലോവറാണ്, അത് റെഡായിട്ട് മാർക്ക് ചെയ്തു. ഇവിടെ ലോവറാണ്, അത് റെഡായിട്ട് മാർക്ക് ചെയ്തു. ഇത് ലോവറാണ്, അത് റെഡായിട്ട് മാർക്ക് ചെയ്തു. ഇത് കഴിച്ചാൽ പിന്നെ ബാക്കിയെല്ലാം എന്താണ്? ഹയേഴ്സ് ആണ്. ഹയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹയർ ഹൈസും ഹയർ ലോസും അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓക്കെ, ഹയേഴ്സ് 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 ഹയേഴ്സ്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ മെജോറിറ്റി ഹയേഴ്സ് ആണ് അല്ലേ, ഇത് ഈക്വൽ ആണ്. അപ്പോൾ നമ്മൾ വരയ്ക്കാൻ വിട്ടുപോയി. ഓക്കെ, ഹയേഴ്സ് ഹയേഴ്സ്. അപ്പോൾ ഇവിടെ ഇനി നോക്കുകയാണെങ്കിൽ ഇത് ലോവേഴ്സ് ആണ് അല്ലേ. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ മെജോറിറ്റി ഹയേഴ്സ് ആണ്. ഇതിൻ്റെ ഇടയ്ക്ക് ലോവർ ഹൈസും ലോവർ ലോസും ഒക്കെ ഉണ്ട്, അതാണ് നമ്മൾ റെഡിൽ വരച്ച് വെച്ചാണത്. സിമിലർ ഹൈസോ അല്ലെങ്കിൽ ഈക്വൽ ഹൈസ് ഉണ്ട്, അതാണ് ബ്ലൂവിൽ വരച്ച് വെച്ചാണ്. അപ്പോൾ ഇതായിരിക്കും റിയാലിറ്റിയിൽ മാർക്കറ്റിൽ സംഭവിക്കുക. എപ്പോഴും ബുള്ളിഷ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഹയർ ഹൈ ഹയർ ലോ ആവണമെന്നില്ല, ഇതൊക്കെ മിക്സ് ചെയ്ത് വന്നേക്കാം. പക്ഷേ മെജോറിറ്റി ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ആയിരിക്കും. അതുപോലെ തന്നെ ബെയറിഷ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ലോവറിലോ ലോവർ ഹൈ ആവണമെന്നില്ല, അതിൽ ഈക്വൽ ലോസുകളും ഈക്വൽ ഹൈസുകളും അതുപോലെ തന്നെ ഒരു ഹയർ ലോസുകളും ഒക്കെ മിക്സ് ചെയ്തിട്ട് വരാം. പക്ഷെ മെജോറിറ്റി ടൈമും അതെന്തായിരിക്കും? ലോവേഴ്സ് ആയിരിക്കും. വളരെ അപൂർവം ഹയേഴ്സ് ഉണ്ടാവാം, സിമിലർ അല്ലെങ്കിൽ സെയിം സ്വിങ്സ് ഉണ്ടാവാം. ഇതിനെ സ്വിങ് എന്നാണ് പറയുക, അല്ലെങ്കിൽ ടേണിംഗ് പോയിൻറ്റ്സ്, അല്ലെങ്കിൽ ലെഗ് എന്നൊക്കെ പര്യായങ്ങളുണ്ട്. മാർക്കറ്റ് ഇങ്ങനെ പോകുന്ന ഒരു പീസിനെ, ഇവിടെ തുടങ്ങി ഇവിടെ വരെയുള്ള ഒരു പീസിനെ ഒരു ലെഗ് എന്ന് പറയും, സ്വിങ് എന്ന് പറയും. ഈ ടേണിംഗ് പോയിൻറ്റ്സിനെ സ്വിങ് ഹൈ ലോ എന്ന് പറയും അല്ലെ. ഓരോ തിരിവിനെ സ്വിങ് ഹൈ സ്വിങ് ലോ എന്നൊക്കെ പറയും. അപ്പോൾ ബേസിക്കലി ഈ രണ്ടെണ്ണം ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ലോവേഴ്സാണ് അല്ലേ. അപ്പോൾ അതാണ് ഡൗൺ ട്രെൻഡ്. അപ്പോൾ ഇത് വളരെ സിംപ്ലിഫൈഡ് വെർഷൻ വരയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അപ് ട്രെൻഡ്, ഇതാണ് ഡൗൺ ട്രെൻഡ്. ഇനി അടുത്തത് സൈഡ് വേസ് മാർക്കറ്റ് അല്ലെങ്കിൽ റേഞ്ചിങ് മാർക്കറ്റ്. രണ്ട് വേർഡുകളും മനസ്സിലാക്കി വെച്ചോ. നമുക്ക് എവിടെയെങ്കിലും ട്യൂട്ടോറിയൽസൊക്കെ കാണുമ്പോൾ റേഞ്ചിങ് എന്ന് പറയുമ്പോൾ ചോദ്യചിഹ്നം വേണ്ട, സൈഡ് വേസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ്. അപ്പോൾ ഇവിടെ ഈക്വൽ അല്ലെങ്കിൽ സിമിലർ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. സിമിലർ ഹൈസ് ആൻഡ് സിമിലർ ലോസ്. ഇങ്ങനെ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിലും എങ്ങനെ ട്രേഡ് ചെയ്യണം എന്നുള്ള ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ട്രേഡ് ചെയ്യുന്ന പോലെ ആവില്ല ഇതിൽ ട്രേഡ് ചെയ്യുക, ഇതിൽ ട്രേഡ് ചെയ്യുന്ന പോലെ ആവില്ല ഇതിൽ ട്രേഡ് ചെയ്യുക. അപ്പോൾ അടുത്ത ടൈപ്പ്, അപ്പോൾ ഇത് മൂന്നാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ടൈപ്സുകൾ. അടുത്ത 3 ടൈപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കോംപ്ലക്സ് ടൈപ്സുകളാണ്. ഒന്ന് കോൺട്രാക്ഷൻ മാർക്കറ്റ്. അപ്പോൾ ഇവിടെ ഹൈസുകൾ താന്ന് വരാണ്, ലോസുകൾ കയറി വരാണ്. അപ്പോൾ ലോവർ ഹൈസ് ആൻഡ് ഹയർ ലോസ് എന്നാണ് ഇതിനെ പറയുക. അപ്പോൾ ഇത് കോംപ്ലക്സിറ്റി വേണ്ട, നിങ്ങൾ പതുക്കെ ഒന്നിരുന്ന് ആലോചിച്ചാൽ മതി അല്ലേ. ഒരു ഹൈ, അതിലും താഴെ ഒരു ഹൈ, അപ്പോൾ ലോവർ ഹൈ,
ഒരു ലോ, അതിൽ മേലെ ഒരു ലോ, അപ്പോൾ ഹയ്യർ ലോ. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഉള്ള സാധനമുണ്ട്, ഇതിൻ്റെ ഉള്ളിലുള്ള സാധനമുണ്ട്, മിക്സാണത്. ബേസിക്കലി കോൺട്രാക്റ്റിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ്, ഒരു ഷാർക്കിൻ്റെ പല്ല് പോലെ അല്ലേ. ഇനി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? കോൺട്രാക്ഷൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? എക്സ്പാൻഷൻ. അപ്പോൾ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ വികസിച്ചുകൊണ്ടിരിക്കണം മാർക്കറ്റ്. അതായത് അധികം ആരും ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കറൻസി പെയറിൽ വലിയ എന്തോ ഭൂകമ്പം നടന്നപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ. നേരെ റിവേഴ്സ്, ഇടതോട്ട് നീന്തുന്ന മീൻ പോലെ, ഷാർക്ക് പോലെ. അപ്പോൾ എക്സ്പാൻഷൻ മാർക്കറ്റ്. പിന്നെ ഒരു ടൈപ്പ് ഓഫ് മാർക്കറ്റ് എന്ന് പറയുന്നത് പാരലൽ മാർക്കറ്റ്. പാരലൽ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഒരേ ആംഗിളിലുള്ള ലൈൻസ്. അപ്പോൾ ഇതിനെ നമുക്ക് രണ്ട് മതിലുകളായിട്ട് കാണാം. ഈ മതിലുകളുടെ ഉള്ളിൽ ഒരു ഫുട്ബോൾ വെച്ച് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ തട്ടി, ഇവിടെ തട്ടി, ഇവിടെ തട്ടി, ഇവിടെ തട്ടി, ഇവിടെ തട്ടി, ഇവിടെ തട്ടി, ഇങ്ങനെ പോകും. വളരെ അച്ചട്ടായിട്ട് മുകളിലുള്ള സ്വിങ്ങുകളും താഴെയുള്ള സ്വിങ്ങുകളും ഒരേ ആംഗിളിലായിട്ട് പോകും. അതിനെയാണ് പാരലൽ മാർക്കറ്റ് എന്ന് പറയുക. അപ്പോൾ സ്വാഭാവികമായി ചോദിച്ചേക്കാം, ഇത് തന്നെയല്ലേ ഇത് പാരലൽ മാർക്കറ്റ് തന്നെയല്ലേ അപ് ട്രെൻഡ് എന്ന് ചോദിച്ചേക്കാം. അല്ല, ചെറിയൊരു ഡിഫറൻസ് ഉള്ളൂ. അതായത് അപ് ട്രെൻഡിൽ ഇതിന് അതിലെ റെസിസ്റ്റൻസുകളും സപ്പോർട്ടുകളും തമ്മിൽ ഒരേ ആംഗിളിലായിരിക്കണം എന്നൊന്നുമില്ല. ഇങ്ങനെ വരും. അപ്പം ഇതാണ് അപ് ട്രെൻഡ്. ഇതാണ് പക്ഷേ പാരലൽ മാർക്കറ്റ്. അപ്പോൾ പാരലൽ മാർക്കറ്റ് നമുക്കിവിടെ ട്രേഡിംഗ് വ്യൂവിൽ ഒരു പാരലൽ ചാനൽ എന്ന് പറയുന്ന ഒരു ടൂളുണ്ട്. അത് ഉപയോഗിച്ച് ഇങ്ങനെ കറക്റ്റ് മാർക്ക് ചെയ്യാം. മുകളിലും താഴെയും ഒരേ ആംഗിൾ ആയിരിക്കും. പക്ഷേ സാധാരണ ഒരു അപ് ട്രെൻഡ് അങ്ങനെ ആവണമെന്നില്ല. സാധാരണ ഒരു അപ് ട്രെൻഡ് ഈ മുകളിലത്തെ ഈ സ്വിങ്ങുകളും താഴത്തെ സ്വിങ്ങുകളും ഒരു ആംഗിളിൽ നിൽക്കണമെന്നില്ല. എന്നാൽ വളരെ സിമിലറാണ്. പക്ഷേ ഇത് തമ്മിൽ ട്രേഡ് ചെയ്യുന്നതിൽ ചെറിയ എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട് അപ് ട്രെൻഡിലും പാരലലിലും. ഓക്കെ, അപ്പോൾ ഫോർ ദ സേക്ക് ഓഫ് സിംപ്ലിസിറ്റി നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ള മൂന്നെണ്ണമാണ് ഇനി ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ബിഗിനർ എന്ന നിലയ്ക്ക് ഇതെല്ലാം അറിയണമെന്നില്ല, ഇതെല്ലാം ഒരുമിച്ച് ട്രേഡ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ട്രേഡേഴ്സ് എപ്പോഴും ഫോക്കസ് ചെയ്യുക അപ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ്, സൈഡ് വേസ് മാർക്കറ്റാണ്. കോൺട്രാക്ഷൻ, എക്സ്പാൻഷൻ ട്രേഡ് ചെയ്യാൻ കുറച്ച് ടഫാണ്. അതിനുള്ളിൽ പല പല ഡിഫറെൻറ്റ് ടൂൾസുകൾ ലൈക്ക് ഫിബനോച്ചി ട്രെൻഡ് ലൈൻ പോലുള്ള ടൂൾസുകൾ ഒക്കെയാണ് ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യുക. ഇവിടെയും ഇത് ഫിബനോച്ചി കണക്കുകളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ കയറി വരും. അപ് ട്രെൻഡും ഡൗൺ ട്രെൻഡും സൈഡ് വേസ് മാർക്കറ്റും ട്രേഡ് ചെയ്യാൻ വളരെ കമ്പാരിറ്റീവ്ലി ഈസിയാണ്. അല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റികളും കിട്ടും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇതൊന്നും അറിഞ്ഞിരിക്കുക എന്ന് മാത്രം. പല ടൈപ്പ് ഓഫ് മാർക്കറ്റ്സ് ക്ലിയർ അല്ലേ? അപ്പോൾ ടൈപ്പ് ഓഫ് മാർക്കറ്റ്സ് ആർക്കെങ്കിലും ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പറയാമോ? എത്ര ടൈപ്പ് മാർക്കറ്റ് ഉണ്ട്? 6 മാർക്കറ്റ്സ്. 6 മാർക്കറ്റ്സ്. ഒന്ന് ഓർഡറിൽ പറയാമോ? ഓർമ്മയുള്ളതൊക്കെ ഒന്ന് പറയാമോ? അപ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ്, ഓക്കെ, സൈഡ് വേസ്, ഓക്കെ, എക്സ്പാൻഷൻ, ഓക്കെ, പിന്നെ കോൺട്രാക്ഷൻ, യെസ്, പിന്നെ പാരലൽ. ഓക്കെ, പാരലലും. ഡോൺ എൻ്റർ ചെയ്തിട്ടുണ്ടല്ലേ? ഡോൺ, നമസ്കാരം. നമ്മൾ ക്ലാസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഓൾമോസ്റ്റ് പകുതിയായി. എന്തായിരുന്നു സാറ് സബ്ജക്ട്? ഞാൻ മറന്നുപോയി സത്യം പറഞ്ഞാൽ. മാർക്കറ്റ് സ്ട്രക്ചറുകളെ കുറിച്ചാണ് പറയുന്നത്. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് ശേഷം നമ്മളെ ഗ്രൂപ്പിൽ ഇത് ഇടാം, മിസ്സായ പോർഷനെ. ഓക്കെ, ബാക്കി നോക്കാം. അപ്പോൾ അങ്ങനെ, അപ്പോൾ നമ്മൾ ഇത് 6 കോമൺ ആയ ടൈപ്പിൽ മാർക്കറ്റ് സഞ്ചരിക്കുന്ന ടൈപ്സുകളാണെന്ന് മാത്രം. എന്നാൽ മാർക്കറ്റ് നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും ഇതിൽ 6ഉം കാണാറില്ല. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ ചിന്തിക്കണം എന്ന് വെച്ചാൽ, ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് കണ്ടാൽ മാത്രമേ നമ്മൾ ട്രേഡ് ചെയ്യാവൂ. അപ്പോൾ നമ്മൾ ഈ ഫോറക്സ് ട്രേഡ് ചെയ്യാൻ വേണ്ടി പ്രൈസ് ആക്ഷൻ ടെക്നിക്സുകൾ യൂസ് ചെയ്യും. സ്മാർട്ട് മണി കോൺസെപ്റ്റ് എന്ന് പറയുന്നൊരു ശാസ്ത്രമുണ്ട്. ഇപ്പോൾ നമ്മൾ ആയുർവേദവും അലോപ്പതി എന്ന് പറയുന്ന പോലെ സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ഉണ്ട് എന്ന കുറേ സിമിലാരിറ്റീസ് ഉള്ള 2 ശാസ്ത്രങ്ങളാണ് പ്രൈസ് ആക്ഷൻ അല്ലെങ്കിൽ ടെക്നിക്കൽ അനാലിസിസും സ്മാർട്ട് മണി കോൺസെപ്റ്റ്സും. അപ്പോൾ അതിൽ പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്ന ഒരു വിഭാഗം, അതായത് പ്രൈസ് ചാർട്ട് ഹിസ്റ്റോറിക്കലി എങ്ങനെ പോയി എന്നുള്ളത് നോക്കിയിട്ട് അത് ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് പ്രൈസ് ആക്ഷൻ. അപ്പോൾ അതിൽ ബേസിക്കലി ഈ ഒരു 6 തരത്തിൽ നമ്മൾ കണ്ടാലാണ് അഡ്മിറ്റ് 3 ഗസ്റ്റ്. ഇതാരാണ്?
ഓക്കെ. റനേഷ് രമേശൻ, വെൽക്കം വെൽക്കം. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? വോയിസ് എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ ഈ 6 തരത്തിൽ മാർക്കറ്റ്, റനീഷ് രമേശൻ, നമ്മൾ ഓൾമോസ്റ്റ് ക്ലാസ് പകുതിയായി, നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് ശേഷം നമ്മുടെ ഗ്രൂപ്പിൽ റെക്കോർഡിങ്ങിൻ്റെ ലിങ്ക് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ഈ 6 തരത്തിൽ നമ്മൾ മാർക്കറ്റ് മൂവ് ചെയ്യണ കണ്ടാലാണ് നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടുക. പലപ്പോഴും നമുക്ക് കാണാൻ പറ്റാറുണ്ട്. പക്ഷെ അതിലേതെങ്കിലും ഒരെണ്ണം നമ്മൾ കാണണമെങ്കിൽ തന്നെ നമുക്ക് നല്ല എക്സ്പീരിയൻസ് വേണം, അല്ലെങ്കിൽ നല്ല ഒബ്സർവേഷൻ വേണം, അല്ലെങ്കിൽ ഇത് റിയലിസ്റ്റിക്കലി ചാർട്ട് എടുത്തിട്ട് പലതരത്തിൽ നമുക്ക് ഇത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. ഓക്കെ, ഇതാണ് അപ്പ് ട്രെൻഡ്, ഇതാണ് ഡൗൺ ട്രെൻഡ്, ഇതാണ് സൈഡ് വേസ് മാർക്കറ്റ് എന്നുള്ളത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തന്നെയാണ് ആ ഒരു സെൻസ് വരുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിലേതെങ്കിലും ഒരെണ്ണത്തിലാണ് എന്ന് ഉറപ്പാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി അടുത്ത് തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിനി കുറച്ച് പ്രാക്ടിക്കൽ ചാർട്ട് എടുത്തിട്ട് നമ്മൾ പഠിച്ച ഈ 6 എണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ കണ്ടെത്താൻ പറ്റുമോ നോക്കാം. നമ്മുടെ കാൻഡിൽസ്റ്റിക് പാറ്റേൺ നോക്കിയ പോലെ തന്നെ ആൽഫബറ്റിക് ഓർഡറിൽ 1 by 1 ആയിട്ട് നോക്കാം. AUD തുടങ്ങി XAU വരെ അല്ലേ, നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ നോക്കാം. ഇപ്പോൾ മാർക്കറ്റ് AUD CAD നമ്മൾ 4 hour ചാർട്ടാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുണ്ടായി കാൻഡിൽസ്റ്റിക് പ്രാക്ടീസ് ചെയ്യാനൊക്കെ. ഫോറക്സ് ട്രേഡേഴ്സ്, സ്വിംഗ് ട്രേഡേഴ്സ് കൂടുതലും യൂസ് ചെയ്യുന്ന ചാർട്ട് 4 hour ചാർട്ടാണ്. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ 1 day ചാർട്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്വിംഗ് ട്രേഡേഴ്സ് യൂസ് ചെയ്യുക. അതുപോലെ ഫോറക്സിൽ സ്വിംഗ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ട്രേഡ് എടുത്താൽ 2-3 ദിവസത്തേക്കൊക്കെ ഹോൾഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ 1-2 ദിവസം കഴിഞ്ഞിട്ട് വിൽക്കുന്ന ആൾക്കാർ, ചിലപ്പോൾ അത് 3-4 ദിവസം ആവാം. അപ്പോൾ അവർ 4 hour ചാർട്ടാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. ഇനി 1 day ചാർട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം, പക്ഷേ ഒരുപാട് ദിവസങ്ങൾ എടുക്കും നമ്മുടെ ടാർഗറ്റ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കാം. അപ്പോൾ നമ്മളെപ്പോഴും പ്രാക്ടീസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ്, നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ നോക്കാൻ ഏറ്റവും ബെസ്റ്റ് 4 hour ചാർട്ടാണ്. അപ്പോൾ ഇതിൽ കണ്ടിട്ട് എന്ത് തോന്നുന്നു? നമ്മൾ പഠിച്ചതിൽ ഏത് ടൈപ്പ് മാർക്കറ്റാണിത്? നിങ്ങൾക്കൊന്ന് അനുമാനിക്കാൻ പറ്റുമോ? പെർഫെക്റ്റ് അല്ലേ, പെർഫെക്റ്റ് ആയിട്ടുള്ള സൈഡ് വേസ് മാർക്കറ്റാണ്. അപ്പോൾ നമ്മൾ പഠിച്ചപ്പോൾ ഇത്രയും നമുക്ക് തോന്നിയില്ല അല്ലേ, ഇതുപോലൊക്കെ മാർക്കറ്റ് പോവോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നുണ്ടാവും പഠിക്കുമ്പോൾ അല്ലേ. അപ്പോൾ സൈഡ് വേസ് മാർക്കറ്റ് അത് വളരെ സിമ്പിളായിട്ടുള്ള കോമൺ സെൻസ് ആണ്. എന്ത് സൈഡ് വേസ് മാർക്കറ്റിൽ നമ്മൾ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുക? താഴെ നിന്ന് വാങ്ങും, ഒന്നില്ലെങ്കിൽ മുകളിലെത്തുമ്പോൾ വിൽക്കും, പകുതിക്ക് വിറ്റാൽ കുറച്ചുകൂടി കൺസർവേറ്റീവ് അല്ലേ. അതുപോലെ എന്ത് ചെയ്യും? മുകളിൽ നിന്ന് തിരിച്ച് കാൻഡിൽസ്റ്റിക് പാറ്റേൺസ് ഒക്കെ നോക്കിയിട്ട് തിരിക്കുമ്പോൾ ഷോർട്ട് ചെയ്യും, അതായത് മുകളിൽ നിന്ന് വിൽക്കും. അപ്പോൾ നമ്മളൊരു പ്രൊഫഷണൽ ട്രേഡർ എപ്പോഴും വാങ്ങുക വിൽക്കുക എന്നുള്ള ടേംസ് യൂസ് ചെയ്തത്, അതുകൊണ്ടാണ് ഞാൻ ഷോർട്ട് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തുടക്കക്കാർക്ക് ഷോർട്ട് ചെയ്യാന്ന് പറഞ്ഞൊരു കൺഫ്യൂഷൻ വേണ്ട. ആദ്യം വിറ്റിട്ട് പിന്നെ വാങ്ങി പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ഷോർട്ട് ചെയ്യാന്ന് പറയുക. എന്തുകൊണ്ട് അപ്പോൾ വിൽക്കുക എന്ന് പറയാൻ പാടില്ല? വിൽക്കുക എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ എററാണത്. നമ്മൾ വാങ്ങിയ സാധനം, ബൈ ചെയ്ത സാധനം സെല്ല് ചെയ്യുന്നതിനെയാണ് നമ്മൾ വിൽക്കുക എന്ന് പറയുക അല്ലേ. നമ്മുടെ കയ്യിലില്ലാത്ത സാധനം ആദ്യം വിൽക്കുകയാണെങ്കിൽ നമ്മൾ പറയുക ഷോർട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. പല ആൾക്കാരും തെറ്റി യൂസ് ചെയ്യാറുണ്ട്. എനിവേ, മാർക്കറ്റ് മുകളിലേക്ക് പോയാൽ തിരിച്ച് താഴേക്ക് വരുമ്പോൾ ഷോർട്ട് ചെയ്യുക. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ നോക്കണം. മാർക്കറ്റിൽ നല്ല മൊമെൻറ്റത്തിലാണോ താഴത്തേക്ക് വന്നത്? ഈ നമ്പറിന് വേറെ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? ഈ ലെവലിന് വേറെ എന്തെങ്കിലും പ്രത്യേകതകൾ ഹിസ്റ്റോറിക്കലുണ്ടോ? ഇതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ്. പിന്നെ നമ്മൾ പഠിച്ച കാൻഡിൽസ്റ്റിക് പാറ്റേൺ, ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ബുള്ളിഷ് എൻഗൾഫിങ്ങോ ഹാമറോ ഒക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുക. എങ്കിലും അപ്പോൾ ഇത് കണ്ടപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. പക്ഷേ എപ്പോഴും ഇങ്ങനെ പറ്റണമെന്നില്ല. നമുക്ക് നോക്കാം, അടുത്ത ചാർട്ട് നോക്കാം. AUDC ഇടയ്ക്ക് മാറി നോക്കാം, കാരണം ഒരേ കറൻസികൾ കംപ്ലീറ്റോ സിമിലർ ആയിട്ടാണ് മൂവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ചാടി ഈ ഗ്രൂപ്പിൽ നിന്ന് നോക്കാം, യൂറോ വകുപ്പിൽ നിന്ന് നോക്കാം. യൂറോ GBP ഇപ്പോൾ 4 hour ചാർട്ട് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്, എന്ത് ടൈപ്പ് ഓഫ് മാർക്കറ്റാണ് ഇതിൽ കാണാൻ പറ്റുന്നത്? ഡൗൺ ട്രെൻഡ് അല്ലേ. അപ്പോൾ ഡൗൺ ട്രെൻഡ് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ഒരു ഹൈ, ഒരു ലോ, അതിലെ മേജർ സ്വിങ്സുകളാണ്. ഒരു ഹൈ, ചിലർ ഇവിടേക്ക് വരയ്ക്കും, ചിലർ ഇവിടേക്ക് വരയ്ക്കും, അതിൽ തെറ്റൊന്നുമില്ല. ഇവിടേക്ക് വരച്ച് കഴിഞ്ഞാൽ ഇതൊരു ലോ, വേറെ സെപ്പറേറ്റ് ലോ അല്ല, ഈ ലോയിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് പിന്നെ താഴത്തേക്ക് വന്ന് ഇവിടെയാണ്. അപ്പോൾ ഇതാണ് ലോ അല്ലേ. അപ്പോൾ നമുക്ക് ഒരു ഡൗൺ ട്രെൻഡ് ആണെന്ന് പറയുകയാണെങ്കിൽ ഇതുപോലെ ഒരുപാട്, ഞാനിവിടെ ഒരു പ്രൈസ് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതാണ് ഇത് പോകാത്തത്. ഓക്കെ, അപ്പോൾ ഒരു ഡൗൺ ട്രെൻഡ് ആണെന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് ഹൈസ് ആൻഡ് ലോസ് ആവശ്യമില്ല.
അതായത് നമ്മളിപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ വരച്ച പോലെ ഇങ്ങനെ കുറേ ആവശ്യമില്ല ഒരു അപ് ട്രെൻഡിൽ ട്രേഡ് എടുക്കാൻ. നേരെ മറിച്ച് നമുക്ക് ഒരു സെറ്റ് ഓഫ് ഹയർ ലോസും ഹയർ ഹൈസ് ആവശ്യമുള്ളൂ. ട്രേഡ് എടുക്കാൻ. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിന് മുമ്പ് മാർക്കറ്റ് ഇങ്ങനെയാണ് വന്നതെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇവിടെ ഒരു ഹയർ ഹൈ ഉണ്ടായിട്ടുണ്ട് അല്ലേ, ഇത് ഫസ്റ്റ് ഹയർ ഹൈ, ഇത് ഹയർ ലോ, ഇവിടെ ഒരു ലോ ഉണ്ടെങ്കിൽ അതിന് മേലെ ഒരു ലോ അല്ലേ. അപ്പോൾ അതിന് മുമ്പ് മാർക്കറ്റ് മുകളിൽ നിന്ന് വരുമോ താഴ്ത്തുനിന്ന് വരുമോ എന്നുള്ളത് നമുക്ക് വിഷയമല്ല. ട്രേഡേഴ്സിന് ഒരു സെറ്റ് ഓഫ് ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇത്രയും ഒരു ട്രാക്ക് റെക്കോർഡ് ആവശ്യമില്ല, ഉണ്ടായാൽ നല്ലത്. മാർക്കറ്റ് ഇങ്ങനെ കുറേ നേരമായിട്ട് ഹയർ ഹൈ ഹയർ ലോ ഹയർ ഹൈ ഹയർ ലോ ഹയർ ഹൈ ഹയർ ലോ ഹയർ ഹൈ ഹയർ ലോ ഇങ്ങനെയൊക്കെ നിൽക്കുകയാണെങ്കിൽ അടിപൊളി. പക്ഷേ ഇത്രയും വേണമെന്നില്ല, മിനിമം നമുക്ക് ഇത്ര മതി അല്ലേ. ഒരു സെറ്റ് ഓഫ് ഹയർ ഹൈ ആൻഡ് ഒരു സെറ്റ് ഓഫ് ഹയർ ലോ കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നല്ല ഡിസ്കൗണ്ട് സോണിൽ നിന്ന് ബൈ ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടതെന്നുള്ളതിലേക്കൊക്കെ നമുക്ക് പതുക്കെ നടക്കാം. ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ടൈപ്പ് ഓഫ് മാർക്കറ്റ്സ് അല്ലേ. അപ്പോൾ ഇതൊരു ഡൗൺ ട്രെൻഡായിട്ട് നമുക്ക് കാണാം. ഇനി അടുത്ത സെക്ഷനിൽ നിന്ന് പറഞ്ഞെടുക്കാം GBP/CHF. ഇതെന്ത് ടൈപ്പ് മാർക്കറ്റാണ്? നോക്കാം അല്ലേ. ഇവിടെ ഒരു ഹയർ അപ് ട്രെൻഡ് ആണ്, ഇവിടെ ഒരു ഹയർ ഹൈ കഴിഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒരു ഹയർ ലോ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത്ര ക്ലീൻ അപ് ട്രെൻഡ് ഒന്നുമല്ല, എന്നാലും ജസ്റ്റ് അപ് ട്രെൻഡ് ആയിട്ട് കൂട്ടാം. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം, മാർക്കറ്റ് വീണ്ടും താഴത്ത് നല്ല ഡിസ്കൗണ്ട് സോണിൽ വന്നു കഴിഞ്ഞാൽ, ഓൾമോസ്റ്റ് ഈ ട്രെൻഡ് ലൈനിലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ട്രേഡ് എടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം. അപ്പോൾ NST വിഭാഗത്തിൽ ഒരെണ്ണം നോക്കാം. അപ്പോൾ ഇതിനെയാണ് കോൺട്രാക്ഷൻ മാർക്കറ്റ് എന്ന് പറയുന്നത്, ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ്. അപ്പോൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റിൻ്റെ ഉള്ളിൽ ബേസിക്കലി ട്രേഡ് ചെയ്യാൻ ടഫാണ്. അതിൽ നിന്ന് പുറത്തേക്ക് ചാടുമ്പോഴാണ് നമ്മൾ ട്രേഡ് എടുക്കാറ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ മാർക്കറ്റ് വരുന്നത് ഡൗൺ ട്രെൻഡിലാണ് അല്ലേ. ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ ആയിട്ടാണ് വരുന്നത്. അടുത്ത വിഭാഗം UST ഡോളർ വിഭാഗത്തിൽ UST CAD. ഇത് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു അപ് ട്രെൻഡ് അല്ലേ നമുക്ക് കാണാൻ പറ്റുന്നത്. മുകളിലേക്ക് പോയി താഴ്ത്തിക്ക് പോയി മുകളിലേക്ക് പോയി താഴ്ത്തിക്ക് പോയി മുകളിലേക്ക് പോയി താഴ്ത്തിക്ക് പോയി മുകളിലേക്ക് പോയി. ഇനി അവിടെ നിന്ന് ട്രേഡ് എടുക്കാം. നല്ല ഡിസ്കൗണ്ട് സോണിൽ നിന്ന് ഇവിടെ നിന്ന് തിരിഞ്ഞാൽ ട്രേഡ് എടുക്കാം അല്ലേ. ഈ ഭാഗത്തേക്ക് തിരിച്ചെത്തിയിട്ട് വീണ്ടും നമുക്ക് ഇതുപോലെ മുമ്പ് കിട്ടിയ പോലെ വാവ് എന്ത് നൈസ് കാൻഡിൽസ്റ്റിക് പാറ്റേൺ അവിടെ കിട്ടിയാണെന്ന് നോക്കിയേ. ഈ ദിവസങ്ങളിലല്ലേ ഇത്, 5-ാം തീയതി 10-ാം തീയതി നമ്മൾ പഠിച്ച ബുള്ളിഷ് ഹാമറും റെഡ് ഹാമറൊക്കെ നല്ല ബുള്ളിഷ് സിഗ്നൽ ആയിട്ട് തന്നെ കറക്റ്റ് തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഇനി ബിറ്റ് കോയിൻ എന്താണ്, ഡൗൺ ട്രെൻഡാണ് അല്ലേ. താഴ്ത്തിക്കാൻ പോകും, ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ എന്ന് പറയാം. ഓക്കെ, ഇവിടെ ഒരു ക്ലാരിറ്റി ഇല്ല എന്നാലും. അപ്പോൾ നല്ലൊരു ട്രെൻഡ് എന്ന് പറയുകയാണെങ്കിൽ നമുക്കിങ്ങനെ വളഞ്ഞൊടിഞ്ഞ് പോകണം. ഇതിപ്പോൾ നേരെ വന്നേക്കാം, അത് മോശം ട്രെൻഡാണ്. ഓക്കെ, ഗോൾഡും ഇതുപോലെ തന്നെ ലോ ഹൈ ലോവർ ഹൈ ലോവർ ലോ ഈക്വൽ ഹൈ ലോവർ ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ ഇടയ്ക്ക് ഈക്വൽ ഹൈ ഒക്കെ കയറി വന്നേക്കാം, സ്വാഭാവികം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടതിൽ റേഞ്ചിങ് മാർക്കറ്റ് കണ്ടു, ട്രെൻഡിങ് മാർക്കറ്റ് കണ്ടു, കോൺട്രാക്ഷൻ മാർക്കറ്റ് കണ്ടു. നോക്കുമ്പോൾ എല്ലാം കാണണമെന്നില്ല, എക്സ്പാൻഷൻ കിട്ടിയില്ല. അപ്പോൾ ഇത് മാക്സിമം ഇതിപ്പോൾ നമ്മൾ ലാസ്റ്റ് ഫ്യൂ കാൻഡിൽസ് ആണ് നോക്കിയത്. അപ്പോൾ ഓൾഡ് ചാർട്ടിലൊക്കെ പോയിട്ട് നിങ്ങൾ നോക്കി കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എവിടെയാണ് ഡൗൺ ട്രെൻഡ്, എവിടെയാണ് സൈഡ് വേസ് മാർക്കറ്റ് അല്ലേ, എവിടെയാണ് കോൺട്രാക്ഷൻ മാർക്കറ്റ് എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാൻ നോക്കുക. ഇവിടെയാണ് കോൺട്രാക്ഷൻ മാർക്കറ്റ് അല്ലേ, ഇങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ നോക്കുക. ഓക്കെ അല്ലേ. അപ്പോൾ മാർക്കറ്റ് ടൈപ്സ് തറായി എന്ന് വിചാരിക്കുന്നു അല്ലേ. ഇനി അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. പ്രോഫിറ്റബിലിറ്റിയിലേക്കുള്ള ഏറ്റവും മേജർ എലമെൻ്റാണ് മാർക്കറ്റ് സ്ട്രക്ചർ. അപ്പോൾ ഞാൻ കുറച്ച് പേരുകൾ പറയാം. ഇതൊക്കെയാണ് നമ്മളിനി വരും ദിവസങ്ങളിലൊക്കെ പഠിക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് കാൻഡിൽസ്റ്റിക് പാറ്റേൺ പഠിച്ചു. അതിൻ്റെ ആവശ്യമുള്ളൂ, നന്നായിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. പിന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാൻഡിൽസ്റ്റിക് പാറ്റേൺ റെഫർ ചെയ്യണമെങ്കിൽ ഒരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ, ഒരു വീഡിയോ ലിങ്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ
ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റ് സ്ട്രക്ചർ ഓർ ടൈപ്പ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ട്രെൻഡ് ലൈൻ പഠിക്കും, പിന്നെ ഫിബൊനാച്ചി ടൂൾസുകൾ, ഫിബ് ലെവൽസ് പഠിക്കും, റൗണ്ട് നമ്പർ പഠിക്കും, പിന്നെ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് അതുപോലുള്ള കാര്യങ്ങൾ പഠിക്കും. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ ഇതിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റാണ് നമ്മുടെ മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാൻഡിൽസ്റ്റിക് പാറ്റേൺ നമുക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്തും പ്രോഫിറ്റബിൾ ആവാം. അതിന് വേറെ ഹൈക്കനാഷി ക്യാൻഡിൽ വെച്ചിട്ടോ ഇൻഡിക്കേറ്ററൊക്കെ വെച്ചിട്ടോ പ്രോഫിറ്റബിൾ ആവാം. മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഇത് മനസ്സിലാവൽ വീക്കാണെങ്കിൽ നമുക്ക് ഒരു അന്തവും കുന്തം ഉണ്ടാവില്ല. എങ്ങോട്ടാണ് ട്രേഡ് എടുക്കേണ്ടത്, മുകളിലേക്ക് പോകണോ താഴത്തേക്കാണോ പോകണേ എന്നുള്ളൊരു അന്തം കുന്തം ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കും കൂടി കിടക്കാം. അതായത് ഇതെങ്ങനെ നമ്മൾ ട്രേഡ് ചെയ്യണം എന്നുള്ള എൻ്റെ ഒരു ഓവർവ്യൂ, അതെങ്ങനെ കൃത്യമായിട്ട് ട്രേഡ് ചെയ്യണം എന്നുള്ള സ്ട്രാറ്റജി മോഡൽസുകളൊക്കെ നമ്മൾ പതുക്കെ പഠിക്കുമെങ്കിലും അതിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു 6 ടൈപ്പ് മാർക്കറ്റാണ് നമ്മൾ കണ്ടത് അല്ലേ? അപ്പ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ്, റേഞ്ചിങ് മാർക്കറ്റ്, കോൺട്രാക്ഷൻ മാർക്കറ്റ്, എക്സ്പാൻഷൻ മാർക്കറ്റ്, പാരലൽ മാർക്കറ്റ്. അതായത് അപ്പ് ട്രെൻഡ് പോലെ തോന്നിക്കുന്ന എന്നാൽ വ്യത്യസ്തമായ പാരലൽ മാർക്കറ്റ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സെക്ഷനാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സെക്കൻഡ് സെക്ഷൻ തൽക്കാലികമായിട്ട് നമുക്കൊന്ന് മറക്കാം. അപ്പോൾ ഇത് ഒന്നും നമ്മൾ അറിഞ്ഞില്ലെങ്കിലും ഇത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രേഡേഴ്സ് പലരും യൂസ് ചെയ്യാറുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാം. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എവിടെ ട്രേഡ് ചെയ്യും, എവിടെ നിന്ന് ബൈ ചെയ്യും, എവിടെ നിന്ന് സെല്ല് ചെയ്യും, ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഫോക്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ അപ്പ് ട്രെൻഡിലേക്കാണ് ഫോക്കസ് ചെയ്യണത്. അപ്പ് ട്രെൻഡ് കറക്റ്റായിട്ട് മനസ്സിലായാൽ അത് നേരെ തിരിച്ചിട്ടാൽ മതി ഡൗൺ ട്രെൻഡിൻ്റെ റൂൾസുകൾ കിട്ടാൻ. അപ്പോൾ ഈ അപ്പ് ട്രെൻഡിന് തന്നെ നമുക്ക് 3 തരത്തിൽ തിരിക്കാം. ഒന്ന് അഗ്രസീവ് അപ്പ് ട്രെൻഡ്, അപ്പം ഞാൻ അപ്പ് എന്നെടുത്ത് പറയുന്നില്ല, അഗ്രസീവ് ട്രെൻഡ്. 2 ഹെൽത്തി ട്രെൻഡ്, 3 വീക്ക് ട്രെൻഡ്. അങ്ങനെ 3 എണ്ണമായിട്ട് തിരിക്കാം. അപ്പോൾ അഗ്രസീവ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് വേവ്സുകളായിട്ടാണെന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ ഈ വേവ്സുകളെ തന്നെ നമുക്ക് 2ആയിട്ട് തിരിക്കാം. ഒന്ന് ഇമ്പൾസീവ് മൂവ്, 2 കറക്റ്റീവ് മൂവ് അല്ലേ? അപ്പോൾ ഇമ്പൾസീവ് മൂവ്, കറക്റ്റീവ് മൂവ്. വീണ്ടും അടുത്തത് ഇമ്പൾസീവ് മൂവ്, ഇത് ഇമ്പൾസീവ് മൂവ്, ഇത് ഇമ്പൾസീവ് മൂവ്. ഇതൊക്കെ കറക്റ്റീവ് മൂവ്സ്. കറക്റ്റീവ് മൂവ്. ഈ ഒരു കാര്യം എപ്പോഴും മനസ്സിലുണ്ടാവണം നമ്മൾ ട്രെൻഡ് പഠിക്കുമ്പോൾ. ഇമ്പൾസീവ് മൂവ്, കറക്റ്റീവ് മൂവ് എന്താണെന്നുള്ളത്. അപ്പോൾ ഇത് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ 2-3 ക്ലൂസുകൾ നമുക്ക് കാണാം. എങ്ങനെ ഇമ്പൾസീവ് മൂവും കറക്റ്റീവ് മൂവും ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതാണ്. റൂൾ നമ്പർ 1, ഇമ്പൾസീവ് മൂവ് എന്ന് പറഞ്ഞാൽ മെയിൻ ട്രെൻഡിൻ്റെ ഡയറക്ഷനിലേക്കുള്ള മൂവ്. മാർക്കറ്റ് അപ്പ് ട്രെൻഡ് ആണെങ്കിൽ ഇമ്പൾസീവ് മൂവ് എങ്ങോട്ടാണ്? താഴത്തുനിന്ന് മുകളിലേക്കുള്ള മൂവിനെയാണ് നമ്മൾ ഇമ്പൾസീവ് മൂവ് എന്ന് പറയുക. ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കുള്ള മൂവുകളെയാണ് നമ്മൾ കറക്റ്റീവ് മൂവ് എന്ന് പറയാം. 2, ഇമ്പൾസീവ് മൂവ് എപ്പോഴും വളരെ വലിയ ക്യാൻഡിൽസ് ആയിരിക്കും പൊതുവെ. കറക്റ്റീവ് മൂവിൽ ചെറിയ ക്യാൻഡിൽസുകളായിരിക്കും. സെക്കൻഡ് ക്ലൂ. അപ്പോൾ ഇതിലെല്ലാം എപ്പോഴും ഒരുമിച്ച് സംഭവിച്ചോളണമെന്നില്ല ജനറലി. ഇനി ഇമ്പൾസീവ് മൂവിൽ ഇന്ത്യൻ മാർക്കറ്റിലാണെങ്കിൽ പറയാം, ഫോറക്സ് മാർക്കറ്റിൽ അത് പ്രസക്തിയില്ല എന്നൊന്ന് അറിഞ്ഞിരിക്കുക. പലപ്പോഴും ഗ്യാപ്പ് അപ്പുകൾ ഉണ്ടാവും. കറക്റ്റീവ് മൂവിൽ ഗ്യാപ്പ് അപ്പുകൾ ഉണ്ടാവില്ല, കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഫോറക്സിൻ്റെ കേസിലാണെങ്കിൽ ഇത് 1 മിനിറ്റ് ചാർട്ടിലൊക്കെയാണ് നമ്മൾ നോക്കുക, ചാട്ടങ്ങളുണ്ടോ എന്ന് നോക്കാം. അതിന് വോളിയം അല്ലെങ്കിൽ ഗ്യാപ്പ് ഇംബാലൻസ് എന്നൊക്കെയാണ് പറയുക. അപ്പോൾ അത് ഒന്ന് അറിഞ്ഞിരിക്കുക. അത് ചാടിയാണ് പോവുക. കറക്റ്റീവ് മൂവ് പതുക്കെയാണ് തിരിച്ചു വരാം. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ, ഇമ്പൾസീവ് മൂവ് മാക്സിമം സ്ട്രെയിറ്റ് ആയിരിക്കും. കറക്റ്റീവ് മൂവ് ഒരുപാട് വളഞ്ഞൊടിഞ്ഞായിരിക്കും തിരിച്ച് താഴേക്ക് വരാം. എപ്പോഴും ചിത്രത്തിൽ വരയ്ക്കുന്ന പോലെ കറക്റ്റായിട്ട് ഇങ്ങനെയൊന്നും വേണമെന്നില്ല, ഒരുപാട് ഫോൾഡിങ്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അത് ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ ഇമ്പൾസീവ് മൂവ് കുറവ് സമയം കൊണ്ട് കൂടുതൽ സഞ്ചരിക്കും, കറക്റ്റീവ് മൂവ് കൂടുതൽ സമയം കൊണ്ട് കുറവേ സഞ്ചരിക്കുള്ളൂ. ക്ലിയർ അല്ലേ? എന്താണ് ഇമ്പൾസീവ് മൂവ്, എന്താണ് കറക്റ്റീവ് മൂവ്? അപ്പോൾ ഉടനെ തന്നെ അത് മറന്നു പോകുന്നതിന് മുമ്പ് തന്നെ കുറച്ച് എക്സാമ്പിൾസുകളിലേക്ക് പോവാം.
ഓക്കെ, അത് നല്ലൊരു എക്സാമ്പിളാണ് അല്ലേ. ഇമ്പൾസീവ് മൂവ് ഇവിടെ തുടങ്ങി ഇവിടെ വരെയുള്ള മൂവ്, കറക്റ്റീവ് മൂവ് ഇങ്ങനെ വന്നിട്ടുള്ള മൂവ്. അപ്പോൾ ജനറലി നമ്മൾ ഒന്ന് രണ്ട് കറൻസികൾ എടുത്തിട്ട് കാണാം. എന്താ ഇമ്പൾസീവ് മൂവ്, മെയിൻ ഡയറക്ഷന് അനുകൂലമായിട്ടുള്ള മൂവ്, കറക്റ്റീവ് മൂവ് തിരിച്ച് താഴേക്കുള്ള മൂവ്. ഇമ്പൾസീവ് മൂവ് അപ്പോൾ എപ്പോഴും ഇങ്ങനെ ആവണമെന്നില്ല, ചിലപ്പോൾ മാറിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ കാണേണ്ടത് ഇങ്ങനെ ഉള്ളൊരു സ്ട്രക്ചർ കാണണം. എന്താ ഇവിടെ കാണാം ഇമ്പൾസീവ് മൂവ്, സ്ട്രെയിറ്റ്, കറക്റ്റീവ് മൂവ് ഭയങ്കര കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ വളഞ്ഞൊടിഞ്ഞ്, വീണ്ടും ഇമ്പൾസീവ് മൂവ്, വളരെ സ്ട്രെയിറ്റ്, കറക്റ്റീവ് മൂവ്. ഇങ്ങനെയാണ് ഇത് മാർക്കറ്റിൻ്റെ ഒരു പൊതു സ്വഭാവമാണ്. അപ്പോൾ നമ്മൾ ഈ രണ്ട് ടേംസുകൾ ഇപ്പോൾ മനസ്സിലാക്കുക. ഇനി അതെങ്ങനെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം അല്ലെങ്കിൽ അത് വെച്ചിട്ട് എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നുള്ളത് നമ്മൾ വഴിയേ വരും. അപ്പോൾ ഇമ്പൾസീവ് മൂവ്, കറക്റ്റീവ് മൂവ് ക്ലിയർ ആയല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ ഡൗൺ ട്രെൻഡിനെ ഇപ്പോൾ തൽക്കാലത്തേക്ക് മാറ്റി നിർത്താണ്, അപ് ട്രെൻഡിൻ്റെ കേസ് മാത്രമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ മെയിൻ ഡയറക്ഷന് അനുകൂലമായ മൂവ്, അതുപോലെ നല്ല സ്പീഡിലുള്ള മൂവ്, വലിയ ക്യാൻഡിൽസ് ഉള്ള മൂവ്, അതാണ് ഇമ്പൾസീവ് മൂവ്. അപ്പോൾ ഇമ്പൾസ് എന്നുള്ള വേർഡ് തന്നെ ഓർത്ത് വയ്ക്കുക. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ സ്പീഡ്, ചാടിക്കടിച്ച് സംസാരിക്കുക, ഇമ്പൾസീവായിട്ട് പെരുമാറുക. അപ്പോൾ അതാണ് ഇമ്പൾസീവ് മൂവ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് 3 തരത്തിലുള്ള ട്രെൻഡുകളുണ്ട്. അപ്പോൾ അതിൽ അഗ്രസീവ് ട്രെൻഡിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ വന്നത്. അല്ല, അഗ്രസീവ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകുന്നതാണ് അഗ്രസീവ് ട്രെൻഡ്. അപ്പോൾ ഇത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ ഈ 2 വേർഡുകൾ വേണം, ഇമ്പൾസീവ് മൂവും കറക്റ്റീവ് മൂവും. ഈ 2 വേർഡുകൾ വേണം. അപ്പോൾ ഇമ്പൾസീവ് മൂവിൻ്റെ ഒരു 61%, അപ്പോൾ പകുതിയിൽ താഴേന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാം, അല്ലെങ്കിൽ 61 എന്ന് പറയുന്ന നമ്പർ ഓർത്ത് വയ്ക്കാം. ഒരു റൂൾസ് ബേസിൽ ചെയ്യുമ്പോൾ നമ്മൾ 61 എന്ന് പറയാം. 61% മാർക്കറ്റ് കറക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ കറക്റ്റീവ് മൂവ് താഴോട്ട് വന്നിട്ടില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ അഗ്രസീവ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതാണ് അഗ്രസീവ് മാർക്കറ്റ്. 61% വന്നിട്ടില്ല. അതായത് ഇവിടെ തുടങ്ങി ഇവിടെ വരെ 100 രൂപയാണെങ്കിൽ 61 രൂപ താഴത്തോട്ട് വന്നിട്ടില്ല, 30 രൂപ എത്തിയപ്പോഴേക്കും മുകളിലേക്ക് പോയി അല്ലേ. അതിന് നേരെ ഓപ്പോസിറ്റാണ് ഹെൽത്തി മാർക്കറ്റ് എന്ന് നമുക്ക് ഓർത്ത് വയ്ക്കാം. അപ്പോൾ അതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, അതിലാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ കണ്ടുപിടിക്കേണ്ടത്. അത്തരത്തിലുള്ള ചാർട്ടാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പല ചാർട്ടുകൾ നോക്കിയിട്ടായിരിക്കും നമുക്കത് കിട്ടാം. അപ്പോൾ എങ്ങനെയാണ് ഹെൽത്തി ആയിരിക്കുക? 61%-നേക്കാളും താഴേക്ക് വന്നിട്ട് മുകളിലേക്ക് പോയിട്ടുണ്ടാവണം. ഇമ്പൾസീവ് മൂവ് എത്രയാണോ അതിൻ്റെ 61% താഴത്തേക്ക് വന്നിട്ട് മുകളിലേക്ക് പോയിട്ടുണ്ടാവണം. അപ്പോൾ ഇതാണ് ഹെൽത്തി മാർക്കറ്റ്. ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ ഹെൽത്തി ട്രെൻഡ് എന്ന് പറയാം. അഗ്രസീവ് ട്രെൻഡ്, ഹെൽത്തി ട്രെൻഡ്. ഇനി അടുത്തത് വീക്ക് ട്രെൻഡ്. വീക്ക് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ 61% ഓൾമോസ്റ്റ് ഈ ഒരു ലോഡ് അടുത്ത് വരെത്തി. അതുപോലെ തന്നെ മുകളിലേക്ക് പോയിപ്പോൾ ഈ ഹൈ വിട്ട് അധികം മുകളിലേക്ക് പോകാനും പറ്റണില്ല, വീണ്ടും തിരിച്ച് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ട്രേഡ് എടുക്കുന്നത് വ്യത്യാസമുണ്ട്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ബാക്കി വരച്ച് പോകാം. ഇതാണ് വീക്ക് ട്രെൻഡ്. അപ്പോൾ ഇവിടെ ഹെൽത്തി ട്രെൻഡിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ പഴയ ഹൈനെ ബ്രേക്ക് ചെയ്ത് ഒരുപാട് മുകളിലേക്ക് പോയിരുന്നു. പക്ഷേ വീക്ക് ട്രെൻഡിൽ പഴയ ഹൈനെ ബ്രേക്ക് ചെയ്ത് അധികം മുകളിലേക്ക് പോകാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ കറക്റ്റീവ് മൂവ് ഒരുപാട് താഴ്ത്തേക്ക് വരാണ്. മറ്റേതൊരു 61% താഴെ, 61-78 നിൽക്കുകയാണ്. അപ്പോൾ അഗ്രസീവ് ട്രെൻഡ്, ഹെൽത്തി ട്രെൻഡ്, വീക്ക് ട്രെൻഡ്. ക്ലിയർ ആയോ തമ്മിലുള്ള വ്യത്യാസം? അല്ലേ? തിയററ്റിക്കലായിട്ടുള്ളൊരു ഡെഫിനിഷൻ മനസ്സിലായില്ലേ? ഓക്കെ. ഇനിയാണ് നമ്മളിതിൽ ഏത് ചൂസ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇത്രയും മനസ്സിലാക്കണം എന്തിനാ? ഇതിലേത് ചെയ്യണം, ഏത് ഫോക്കസ് ചെയ്യണം, ഏത് ഫോക്കസ് ചെയ്യരുത്, ഏത് കിട്ടിയാൽ അവോയ്ഡ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അഗ്രസീവ് ട്രെൻഡിൽ ട്രേഡിങ് ചെയ്യണത് നല്ലതല്ല. കാരണം എത്ര സ്പീഡിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നുവോ, പ്രോപ്പറായിട്ട് കറക്റ്റ് ചെയ്യാതെ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നുവോ, തിരിച്ച് താഴേക്ക് വരുമ്പോൾ അത് ഇവിടെ ഒന്നും നിൽക്കാനുള്ള സാധ്യതയില്ല, ഇവിടെ നിന്നോളന്നില്ല, ഏറ്റവും താഴത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ എവിടെ നിന്ന് ബൈ ചെയ്താലും നമ്മളെ സ്റ്റോപ്പ് അടിക്കാനുള്ള സാധ്യത കൂടും. മനസ്സിലായോ? ഹെൽത്തി ട്രെൻഡാണ് ഏറ്റവും പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള മാർക്കറ്റ്. ഹെൽത്തി ട്രെൻഡ് നമുക്ക് വളരെ പ്രഡിക്റ്റബിളായിട്ട് ഇനി മാർക്കറ്റിന് താഴത്തോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുന്ന് ബൈ ചെയ്യാൻ നമുക്ക് സുരക്ഷിതമായിട്ട് ബൈ ചെയ്യാം. പലപ്പോഴും അത് വിജയിക്കുന്ന കാണാറുണ്ട്. ഇനി വീക്ക് ട്രെൻഡ് നമ്മൾ ഒരു ട്രെൻഡിങ് മാർക്കറ്റായിട്ട് കൺസിഡർ ചെയ്ത് ബൈ ചെയ്യാൻ പാടില്ല.
അതിനൊരു സൈഡ് വേസ് മാർക്കറ്റിൻ്റെ പ്രസക്തി കൊടുത്താണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്. സൈഡ് വേസ് മാർക്കറ്റിൻ്റെ ചില ഫാക്ടേഴ്സാണ് അതിൽ നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള മാർക്കറ്റാണ് നല്ല ട്രെൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റ് സ്ട്രെയിറ്റ് ആയിട്ട് മുകളിലേക്ക് പോകണ കാണുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു ബൈ ട്രേഡ് പ്ലാൻ ചെയ്യരുത്. ഫോർ എക്സാമ്പിൾ ഗോൾഡ് ഇപ്പോൾ വളരെ അഗ്രസീവായിട്ടുള്ള ഡൗൺ ട്രെൻഡാണ് അല്ലേ. ഇപ്പോൾ നമുക്കിനി ആദ്യം നമ്മൾ കണ്ട AUD CAD, ഇത് സൈഡ് വേസ് ട്രെൻഡാണ്, ഇത് സൈഡ് വേസ് മാർക്കറ്റാണ്. അപ്പോൾ ട്രെൻഡിൽ വിടുന്നതല്ല, ഇത് ഡൗൺ ട്രെൻഡ്, നല്ലൊരു ഡൗൺ ട്രെൻഡാണ് അല്ലേ. കാരണം എന്താ, ലോവർ ലോസ് ലോവർ ഹൈസ് അല്ലേ, ഒരു ചെറിയ ചെരിവുണ്ട്. പക്ഷെ എന്നാൽ നന്നായിട്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ട്, ഇമ്പൾസീവ് മൂവ് നന്നായിട്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കാം, ഇവിടെയൊക്കെ നല്ല ട്രെൻഡാണിത്. കാരണം എന്താ, ഇമ്പൾസീവ് മൂവ് 61% കറക്റ്റ് ചെയ്തു, ഇമ്പൾസീവ് മൂവ് 61% കറക്റ്റ് ചെയ്തു ഓൾമോസ്റ്റ് അല്ലേ. അപ്പോൾ ഇതൊക്കെ 61% എന്ന് പറയാൻ കാരണം പലപ്പോഴും 61% ടച്ച് ചെയ്തിട്ടൊക്കെ പോവാണ് കാണാറുണ്ട്. അപ്പോൾ 61% എന്ന് പറഞ്ഞാൽ ഇവിടം തുടങ്ങി ഇവിടം വരെയുള്ളതിൻ്റെ 61% പലപ്പോഴും ടച്ച് ചെയ്തിട്ട് പോകണ കാണാറുണ്ട്. അവിടെ നമ്മൾ ബ്ലൈൻഡായിട്ട് ബൈ ചെയ്യല്ല, ഇതുപോലെ ഹാങ്ങിങ് മാനോ ഹാമറോ നമ്മൾ പഠിച്ച പല കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് ബൈ ചെയ്യുക. അപ്പോൾ 61% ടച്ച് ചെയ്തിട്ട് മൂവ് ചെയ്യുന്നതാണ് ഹെൽത്തി ട്രെൻഡ്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഹെൽത്തി ട്രെൻഡാണ് അല്ലേ. ഇവിടേക്ക് മുകളിലേക്ക് പോയി ഏകദേശം 61% മാർക്കറ്റ് താഴത്തേക്ക് വന്നിട്ട് ടേൺ ചെയ്ത് പോകുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ഹെൽത്തി ട്രെൻഡാണ്. ഇതൊക്കെ ഹെൽത്തി മാർക്കറ്റിന് നല്ല എക്സാമ്പിളാണ്, കണ്ടോ, വെരി ഹെൽത്തി അല്ലേ. ഡിങ് ഇതുപോലെ ഇരിക്കണം ഹെൽത്തി ട്രെൻഡ്. ഇതാണ് നമ്മൾ നോക്കേണ്ടത്. ഇതിനുള്ളിലാണ് ട്രേഡ് ചെയ്യുന്നത് ഏറ്റവും സേഫ്. നല്ല ഡിസ്കൗണ്ട് സോണിൽ നമ്മൾ പഠിച്ച കാൻഡിൽസ്റ്റിക് പാറ്റേൺസ് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പഠിച്ചത് വെച്ചിട്ട് ഇത്രയും നമുക്ക് ചെയ്യാം അല്ലേ. വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോയി 61% താഴത്തേക്ക് വരുന്നു, ബുള്ളിഷ് ഹാമർ കാണുന്നു, വാങ്ങുന്നു. അപ്പോൾ ഹെൽത്തി ട്രെൻഡ് ട്രേഡ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയില്ലേ. അപ്പോൾ ട്രെൻഡിങ് മാർക്കറ്റിനെ കുറിച്ചാണ് നമ്മൾ ഫോക്കസ് ചെയ്തത്. ഇനി ട്രെൻഡിങ് മാർക്കറ്റിൽ എങ്ങനെ ട്രേഡ് ചെയ്യണം എന്നുള്ളതിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയോ? അപ്പോൾ 6 തരം മാർക്കറ്റ് ടൈപ്സുകൾ കണ്ടു നമ്മൾ. അതിൽ 3 എണ്ണത്തിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പ് ട്രെൻഡ്, അതിൻ്റെ നിയമങ്ങൾ തന്നെ തല കീഴായിട്ട് ഡൗൺ ട്രെൻഡിൻ്റെ നിയമങ്ങൾ കിട്ടി, അതിനുവേണ്ടി വേറെ പഠിക്കേണ്ട. സൈഡ് വേസ് മാർക്കറ്റിൻ്റെ നിയമങ്ങൾ വളരെ വ്യത്യസ്തമാണ്, അതിൽ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സൊക്കെ വളരെ വ്യത്യസ്തമാണ്. അപ്പ് ട്രെൻഡിൽ തന്നെ അല്ലെങ്കിൽ ട്രെൻഡിങ് ഫേസിൽ തന്നെ നമുക്ക് 3ആയിട്ട് തിരിക്കാം: അഗ്രസീവ്, ഹെൽത്തി, വീക്ക്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു, അതിൽ അഗ്രസീവും അല്ല നമ്മൾ എടുക്കേണ്ടത്, വീക്കും അല്ല നമ്മൾ എടുക്കേണ്ടത് അല്ലേ. ഹെൽത്തിയാണ് നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത് ട്രേഡ് ചെയ്യാൻ. ഓക്കെ, ഇനി ഇതിലെങ്ങനെ ട്രേഡ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ബേസിക് ഓവർവ്യൂ നോക്കാം. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് അടുത്ത സെക്ഷനിലേക്ക് അല്ലെങ്കിൽ സ്ട്രാറ്റജി പാർട്ടുകളിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ മാർക്കറ്റ് ഒരു ഹെൽത്തി ട്രെൻഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അതായത് മാർക്കറ്റ് ഇങ്ങനെ പോയി ഹൈ ഉണ്ടാക്കി, അപ്പോൾ നമ്മളിനി ആക്ച്വൽ ഒരു മാർക്കറ്റിനെയാണ് വരയ്ക്കാൻ ശ്രമിക്കുന്നത്. ഒരു സ്വിങ് ലോ ഉണ്ടാക്കി, അതിനുശേഷം മാർക്കറ്റ് നല്ല സ്പീഡിൽ മുകളിലേക്ക് പോയി. ചെറിയ വളവ് ഒടിവുകളൊക്കെ ഉണ്ടാവാം, എന്നാലും ഒരുപാട് കുറവ് സമയം കൊണ്ട് കൂടുതൽ സഞ്ചരിച്ചു. അത് കഴിഞ്ഞ് തിരിച്ച് താഴേക്ക് വരണം. താഴേക്ക് വരുന്നത് ഒരുപാട് വളവ് ഒടിവുകളോട് കൂടിയിട്ടാണ് വരുന്നത്. അതിന് കൃത്യമായിട്ട് ഷേപ്പൊന്നും ഉണ്ടാവണമെന്നില്ല അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോവാണ്, പെട്ടെന്ന് പോവാണ്, ഒരു പുതിയ ഹൈ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് വീണ്ടും താഴത്തേക്ക് വരാണ്. അപ്പോഴീ പറഞ്ഞ പോലെ വീണ്ടും മുകളിലേക്ക് പോകാൻ നോക്കി വളഞ്ഞൊടിഞ്ഞിട്ടൊക്കെയാണ് താഴത്തേക്ക് എത്തുന്നത്. അപ്പം ഇങ്ങനെ പോകുന്നതാണ് നല്ല ഹെൽത്തി ട്രെൻഡ്. അപ്പോൾ ഹെൽത്തി ട്രെൻഡിൻ്റെ ഫസ്റ്റ് ഒരു ലക്ഷണം എന്ന് പറയുന്നത്, മുകളിലേക്കുള്ള മൂവ്, ഇമ്പൾസീവ് മൂവ് സ്ട്രോങ് ആയിരിക്കും, താഴത്തേക്കുള്ള മൂവ്, കറക്റ്റീവ് മൂവ് വളരെ സ്ലോ ആയിരിക്കും. അതിൽ പലപ്പോഴും ഷേപ്പുകളൊക്കെ ഉണ്ടാവാറുണ്ട്, അതുപോലെ ഫ്ലാഗ് പോലുള്ള ഷേപ്പുകളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇമ്പൾസീവ് മൂവ് വീണ്ടും നല്ല സ്ട്രോങ് ആയിട്ടാണ് പഴയ ഹൈനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് കയറി ഉണ്ടാവുക. കറക്റ്റീവ് മൂവ് വളഞ്ഞൊടിഞ്ഞ് തിരിച്ച് താഴേക്ക് വരുന്നു.
ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കറിയേണ്ടത് ഇതിൽ നമ്മൾ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് പലപ്പോഴും എല്ലാവരും ഒരുപോലെ തന്നെയാണ്. ട്രെൻഡ് ട്രേഡിങ് എല്ലാവരും ചെയ്യുന്നത് പ്രൈസ് ആക്ഷൻ ബേസിൽ വളരെ സിമിലർ ആയിട്ടാണ്. ഇതിൽ പല ആൾക്കാരും പല കാര്യങ്ങളും നോക്കും. ഇപ്പോൾ ബേസിക്കലി ട്രെൻഡ് ട്രേഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിൽക്കുന്നത് 2 പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ്. പ്രിൻസിപ്പിൾ നമ്പർ 1, പ്രിൻസിപ്പിൾ ഓഫ് ഇനേഷ്യ. അതായത് ഇനേഷ്യ എന്ന് പറയുന്ന വേർഡ് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇനേഷ്യയുടെ അർത്ഥം ആർക്കെങ്കിലും അറിയോ? നമുക്ക് എനിക്ക് തോന്നുന്നു പഠിക്കാനുണ്ടായിരുന്നു ഫിസിക്സിലൊക്കെ. ആർക്കെങ്കിലും ഓർമ്മയില്ല? മൂവ്മെന്റുമായി ബന്ധപ്പെട്ടതാണ്. ഇനേഷ്യ ഓഫ് മോഷൻ എന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. എന്താണ് എന്നൊരു സെന്റൻസിൽ പറയാവോ സിമ്പിളായിട്ട്? ഇനേഷ്യ ഇത് ന്യൂട്ടൺ കണ്ടുപിടിച്ചൊരു കാര്യമാണ്. ഇത്രേ ഉള്ളൂ. പ്രപഞ്ചത്തിലുള്ള വസ്തുക്കൾ ഒരു ഡയറക്ഷനിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കവേ അതേ ഡയറക്ഷനിൽ തന്നെ സഞ്ചരിക്കാനുള്ള സാധ്യതയുണ്ട് വരും കുറച്ച് നേരത്തേക്ക്. ടൈമിലേക്ക് എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കണത്, ദിവസങ്ങളിലേക്ക് മണിക്കൂറുകളിലേക്കൊന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ പ്രപഞ്ചത്തിൽ നിശ്ചലമായിരിക്കുന്ന കാര്യങ്ങൾ വീണ്ടും അതേ സ്ഥിതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് ഫിസിക്സിൽ പഠിക്കാനുള്ള ഒരു പരിപാടിയാണ് ഇനേഷ്യ. മാർക്കറ്റിൽ ഇനേഷ്യ എന്ന് പറയുന്നത് എൻ്റെ ഡിഫറെൻ്റ് ആണ്, പക്ഷേ ഇതിന് വളരെ സിമിലറാണ്. അതായത് മാർക്കറ്റിൽ അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അസറ്റ്, എന്തോ ആവാം, സ്റ്റോക്ക് ആവാം, ഗോൾഡ് ആവാം, അത് അതേ ഡയറക്ഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ചെറിയൊരു സാധ്യത കൂടുതലുണ്ട്. ഓക്കെ, ഇതാണ് പ്രിൻസിപ്പിൾ നമ്പർ 1 ഓഫ് ട്രെൻഡ് ട്രേഡിംഗ്, ഇനേഷ്യ. അടുത്ത പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അത് ഇനി വീണ്ടും മുകളിലേക്ക് പോകാനുള്ള ചെറിയൊരു സാധ്യത കൂടുതലുണ്ട്, താഴത്തേക്ക് പോകാനുള്ള സാധ്യതനെ കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിനെയാണ് ഇനേഷ്യ ഓഫ് ദ മാർക്കറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അത് ഡൗൺ ട്രെൻഡ് ആണെങ്കിലും. ഇനി അടുത്ത പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്കൗണ്ട്. അപ്പോൾ നമ്മൾ ഇമ്പൾസീവ് മൂവ് എന്നുള്ളൊരു വേർഡും ഇവിടെ യൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇമ്പൾസീവ് മൂവ് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പോകുന്നൊരു മാർക്കറ്റിൽ ഒരു ഡിസ്കൗണ്ട് പ്രൈസിന് നമുക്ക് മേടിക്കാൻ പറ്റിയാൽ നമുക്ക് നല്ല പ്രോഫിറ്റബിലിറ്റിക്ക് ഉള്ള സാധ്യതയുണ്ട്. അതായത് ഡിസ്കൗണ്ട് പ്രൈസ് എന്ന് പറഞ്ഞാൽ അവസാനം ഉണ്ടാക്കിയ ഇമ്പൾസീവ് മൂവിൻ്റെ, ഇങ്ങനെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചോ, അവസാനം ഉണ്ടാക്കിയ ഇമ്പൾസീവ് മൂവിൻ്റെ മേൽപകുതിയെ പ്രീമിയം എന്നും കീഴ്പകുതിയെ ഡിസ്കൗണ്ട് എന്നും വിളിക്കുന്നു. അപ്പോൾ ഇത് അവസാനം ഉണ്ടാക്കിയ ഇമ്പൾസീവ് മൂവിനെ ബേസ് ചെയ്തിട്ടാണ് മാർക്കറ്റ്. മൊത്തം ആ ട്രെൻഡിനെ ബേസ് ചെയ്തിട്ടല്ല. അവസാനം ഉണ്ടാക്കിയ ഇമ്പൾസീവ് മൂവിൻ്റെ മേൽപകുതി പ്രീമിയം, കീഴ്പകുതി ഡിസ്കൗണ്ട്. അപ്പോൾ ഒരു ബയ്യർ, ഒരു അപ് ട്രെൻഡിൽ ട്രേഡ് ചെയ്യുന്ന ഒരു ബയ്യർ എപ്പോഴും നോക്കേണ്ടത് ഡിസ്കൗണ്ടിൽ നിന്ന് വാങ്ങാനാണ്, പ്രീമിയത്തിൽ നിന്ന് ഒരിക്കലും വാങ്ങരുത്. മാർക്കറ്റ് എത്ര ഡിസ്കൗണ്ടിൽ നിന്ന് വാങ്ങുന്നോ അത്രയും ബെസ്റ്റാണ്. മനസ്സിലായി? അപ്പോൾ മോർ ഡിസ്കൗണ്ട് വി ഗെറ്റ് ദ മോർ പ്രോഫിറ്റ് വി ഗെറ്റ്. സാധാരണ കച്ചവടം പോലെ തന്നെ നമ്മളൊരു വണ്ടി കച്ചവടക്കാരനാണെങ്കിൽ ആ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് എത്ര വില കുറയുന്ന നമുക്ക് ചവിട്ടി മേടിക്കാൻ പറ്റിയിട്ടുണ്ടോ, നോർമൽ മാർക്കറ്റ് പ്രൈസിന് അത് വിൽക്കുമ്പോൾ നമ്മുടെ ലാഭം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ മാർക്കറ്റ് എത്ര താഴ്ത്തേക്ക് വന്നതിന് ശേഷമാണോ നമ്മളത് മേടിക്കുന്നത് അത്രയും ബെസ്റ്റാണ്. പക്ഷേ ഒരുപാട് താഴ്ത്തേക്ക് വന്നാൽ വീക്ക് ട്രെൻഡായി, അപ്പോൾ അതിവിടെ നിൽക്കാൻ സാധ്യതയില്ല. പലപ്പോഴും പിന്നെ നിൽക്കുക മാർക്കറ്റ് മുമ്പ് എവിടെയാണ് തിരിഞ്ഞ അവിടെ വരെ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നല്ല വിലയ്ക്ക് നമ്മൾ വാങ്ങിച്ചാലോ, നമ്മൾ സ്റ്റോപ്പ് ലോസോടെ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് താഴേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. വീണ്ടും നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകും. വീണ്ടും ഇവിടെ നിന്ന് നമ്മൾ വാങ്ങിയാലോ വീണ്ടും മാർക്കറ്റ് താഴേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിന് ഒരുപാട് ആൾക്കാർ നോക്കുന്ന 2 ലെവൽസുകളുണ്ട്. ഈ ഡിസ്കൗണ്ടിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഡിസ്കൗണ്ട് പ്രൈസ് എവിടെയാണ്, ഇത് എവിടെ എത്തിയാലാണ് വാങ്ങാൻ പറ്റുക എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്ന 2 വളരെ ഫേമസ് ആയിട്ടുള്ള വാല്യൂസാണ് ഫിബ് ലെവൽസ് എന്ന് പറയുന്നത്. ഫിബ് ലെവൽസ് എന്ന് പറഞ്ഞാൽ, ഫിബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിബൊനാച്ചി.
ഫിബൊനാച്ചി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പ്രത്യേകിച്ചൊരു എന്താ പറയുക, ഇവിടെ നമുക്കൊരു ടൂളുണ്ട്, ഫിബൊനാച്ചി. ഇതൊരു ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യനാണ്. അപ്പോൾ അയാൾ കണ്ടുപിടിച്ച ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സീക്വൻസ് ആണ് ഫിബ് സീക്വൻസ് എന്ന് പറയാം. അതിൽ നിന്ന് അദ്ദേഹം കണ്ടെത്തിയ ഒരു അനുപാതമാണ് ഫിബ് റേഷ്യോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗോൾഡൻ റേഷ്യോ എന്നാണ് അദ്ദേഹം തന്നെ അതിന് പേരിട്ടേക്കുന്നത്. അപ്പോൾ പണ്ടത്തെ സ്റ്റോക്ക് മാർക്കറ്റിലെ ഫോറക്സ് മാർക്കറ്റിലെ പുലികളൊക്കെ മാത്തമാറ്റിക്സിലും പുലികളായതുകൊണ്ട് തന്നെ ഈ ഫിബ് ലെവൽസ് നോക്കിയിട്ടാണ് അവർ ഡിസ്കൗണ്ട് തീരുമാനിക്കുക. അപ്പോൾ ട്രെൻഡ് ട്രേഡിങ്ങിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന 3 ഫിബ് ലെവൽസാണ്. ഒന്ന് ഫിബ് 50, 2 ഫിബ് 61, 3 ഫിബ് 78. അതിൽ ഫിബ് 50 നമ്മൾ യൂസ് ചെയ്യരുത്. കാരണം എന്താ, ഇവിടെ എത്തിയിട്ട് മാർക്കറ്റ് തിരിയുകയാണെങ്കിൽ നമ്മൾ വാങ്ങുമ്പോൾ വീണ്ടും താഴ്ത്തേക്ക് വന്നാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ട്രെൻഡ് ട്രേഡിങ്ങിൽ നമ്മളെപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുക, ഈ ഫിബ് 50 നമ്മൾ നോക്കാറില്ല, 61 അല്ലെങ്കിൽ 78. അതായത് ഇമ്പൾസീവ് മൂവിൻ്റെ 61 or 78% എത്തുമ്പോൾ മാർക്കറ്റ് തിരിയുന്നതായിട്ട് നമുക്ക് തോന്നിയാൽ അവിടെ നിന്ന് പലപ്പോഴും നല്ല സ്ട്രോങ് ട്രെൻഡുകൾ കിട്ടാറുണ്ട്. കാരണം ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസും പ്രൊഫഷണൽ ട്രേഡേഴ്സും ഒരുപോലെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന 2 ലെവൽസാണ് ഫിബൊനാച്ചി 61 അല്ലെങ്കിൽ 78. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കി വാങ്ങണം എന്ന് ചോദിച്ചാൽ ഫിബൊനാച്ചി 61 അല്ലെങ്കിൽ 78, അതായത് ഫിബ് ലെവൽസ്. അടുത്തത് ട്രെൻഡ് ലൈൻ. അപ്പോൾ ഓരോ ഫാക്ടേഴ്സാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് ഫാക്ടർ ഫിബൊനാച്ചി, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. സെക്കൻഡ് ഫാക്ടർ ട്രെൻഡ് ലൈൻ. ട്രെൻഡ് ലൈൻ എന്ന് പറയുമ്പോൾ മാർക്കറ്റ് മുകളിലേക്കും താഴത്തേക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ പ്രാവശ്യം താഴത്തുനിന്ന് മുകളിലേക്ക് തിരിച്ച ആ ഒരു ലോ അല്ലേ, ലോവസ്റ്റ് പോയിന്റ്, അതിനെയാണ് നമ്മൾ സപ്പോർട്ട് എന്ന് വിളിക്കുന്നത്. സപ്പോർട്ട്, ഒരു ബോള് താഴത്തേക്ക് ഫ്ലോറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ബൗൺസ് ബാക്ക് ചെയ്യുന്ന പോലെ ബൗൺസ് ബാക്ക് ചെയ്തിട്ടുള്ളൊരു പ്രൈസ് ലെവൽ. അപ്പോൾ ഇതുപോലെ ഓരോ പ്രാവശ്യം മാർക്കറ്റ് മുമ്പ് സപ്പോർട്ട് എടുത്ത ലെവൽസുകൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും ഒരു നൈസ് ട്രെൻഡിൽ അല്ലെങ്കിൽ ഹെൽത്തി ട്രെൻഡിൽ. അപ്പോൾ മുമ്പ് 2 പ്രാവശ്യം സപ്പോർട്ട് എടുത്ത ലെവൽസുകൾ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനെയാണ് ട്രെൻഡ് ലൈൻ എന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടൈം അവിടെ എത്തുമ്പോൾ ഒരുപാട് ആൾക്കാർ വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് തിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിനെയാണ് ട്രെൻഡ് ലൈൻ ട്രേഡിംഗ് എന്ന് പറയാം. അപ്പോൾ ഇതിലൊരു നിബന്ധനയുണ്ട്, ഫസ്റ്റ് ടച്ചും സെക്കൻഡ് ടച്ചും, അതുപോലെ തന്നെ സെക്കൻഡ് ടച്ചും തേർഡ് ടച്ചും. തേർഡ് ടച്ചിൽ നിന്നാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് ടച്ചിനും സെക്കൻഡ് ടച്ചിനും ഉള്ളിലുള്ള ഹയസ്റ്റ് പോയിന്റിൻ്റെ മേലേക്ക് മാർക്കറ്റ് പോയിട്ടുണ്ടാവണമെന്നുണ്ട് ട്രെൻഡ് ലൈനിലേക്ക് വരുന്നതിന് മുമ്പ്. ഓക്കെ, അതായത് ഇമ്പൾസീവ് മൂവ് പ്രീവിയസ് ഇമ്പൾസീവ് മൂവിൻ്റെ മേലെ കയറിയിട്ടുണ്ടാവണം, അതിന് ശേഷം തിരിച്ചു വരണം, എന്നാലേ ട്രെൻഡ് ലൈനിൽ പ്രസക്തിയുള്ളൂ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ട്രെൻഡ് ലൈൻ അല്ല, മാർക്കറ്റ് ഇതിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് തിരിച്ചു വരണം. ഓക്കെ അല്ല, അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് എന്ന് പറയുന്നത്, ഫാക്ടർ എന്ന് പറയുന്നത് ഫിബ് ലെവൽസ് ആണ്. സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് ട്രെൻഡ് ലൈൻ ആണ്. ഒരെണ്ണം കൂടി നമുക്ക് പഠിച്ചിട്ട് നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. തേർഡ് ഫാക്ടർ ഫ്ലിപ്പ് സോൺ. അപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിൾ, തത്വം എന്ന് പറയുന്നത്, ടെക്നിക്കൽ അനാലിസിസ് എന്താണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്ന ഒന്നുമില്ല. ഈ ചാർട്ട് നോക്കി അല്ലെങ്കിൽ പ്രൈസിൻ്റെ ഹിസ്റ്ററി നോക്കി ട്രേഡ് എടുക്കുന്നതിനെയാണ് പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത്. അത് തന്നെയാണ് ടെക്നിക്കൽ അനാലിസിസ്. അപ്പോൾ ചാർട്ടുമായി ബന്ധപ്പെട്ട അനാലിസിസിനെയാണ് ട്രേഡേഴ്സ് ടെക്നിക്കൽ അനാലിസിസ് എന്നുള്ളൊരു പേരുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അതിൽ കൂടുതലൊന്നുമില്ല. അപ്പോൾ അതിൽ ഇപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് ഇതുപോലുള്ള കളർഫുള്ളായിട്ടുള്ള സാധനങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല, അല്ലേ? ഇതുപോലുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. ജസ്റ്റ് ചാർട്ട് നോക്കിയിട്ടുള്ള പല പല അനുമാനങ്ങൾ, അതിനെയാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വളരെ വലിയൊരു വിശ്വാസമാണ് മാർക്കറ്റ് ഒരിക്കൽ സീലിംഗ് പോലെ, ഒരു റെസിസ്റ്റൻസ് പോലെ വർക്ക് ചെയ്ത സ്ഥലം, അതായത് ഏതോ ഒരു പോയിന്റിൽ നിന്ന് താഴത്തേക്ക് തിരിച്ചു, അല്ലേ? ആ ഒരു സ്ഥലം പിന്നീട് സപ്പോർട്ട് ആവാനുള്ള സാധ്യതയുണ്ട്, അതായത് ഒരു താങ്ങാവാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയാം. അപ്പോൾ ഇത് പലപ്പോഴും വരയ്ക്കുന്നത് ഒരു ഓറഞ്ച് സോണിലാണ്. അപ്പോൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന 2 വേർഡുകൾ ഈ സമയത്ത് നമുക്ക് മനസ്സിലാക്കാം.
മാർക്കറ്റ് താഴ്ത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് എവിടെ നിന്നാണോ മുകളിലേക്ക് തിരിച്ചേ അതിന് കാരണഭൂതമായ ആ പ്രൈസ് ലെവലിനെയാണ് നമ്മൾ സപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വീണ്ടും പ്രൈസ് ആ ലെവലിലേക്ക് വരുമ്പോൾ പല ആൾക്കാരും ട്രേഡ് എടുക്കാറുണ്ട്. വീണ്ടും ഈ പ്രൈസ് ഈ ലെവലിലേക്ക് വരുമ്പോൾ പല ആൾക്കാരും അതിൽ ട്രേഡ് എടുക്കാറുണ്ട്. കാരണം എന്താ, ലോ റിസ്കിൽ ബിഗ് റിവാർഡിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. അതിന് താഴത്തേക്ക് പോയാൽ ഗെറ്റ് ഔട്ട്, മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മേക്ക് പ്രോഫിറ്റ്, ഡബിൾ ഓർ ട്രിപ്പിൾ പ്രോഫിറ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൽ ആൾക്കാർ ട്രേഡ് എടുക്കുന്നത്. പിന്നെ പ്രൈസ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് ചിന്തിക്കുകയാണ്, ഓക്കെ ഇവിടെ മാർക്കറ്റ് മുമ്പ് ബൈ ചെയ്തിട്ടുണ്ട് ആരൊക്കെയോ, അപ്പോൾ ഇനി ഇവിടെ എത്തിയിട്ട് നമുക്ക് നോക്കാം, ഇവിടെ തിരി താഴത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട, തിരിക്കുകയാണെങ്കിൽ നമുക്ക് കൂടി കയറിക്കൂടാം എന്ന് ഒരുപാട് ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും ഒരുപോലെ ചിന്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിന് നേരെ ഓപ്പോസിറ്റ്, മാർക്കറ്റ് ഒരിക്കൽ വീണ സ്ഥലം അല്ലേ, മാർക്കറ്റ് ഒരിക്കൽ വീണ സ്ഥലം, മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് എവിടെ നിന്നാണോ വീണത് അതിന് കാരണഭൂതമായ ഒരു പ്രൈസ് ലെവലിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുക. അത് റെഡ് കളറിലാണ് സാധാരണ മാർക്ക് ചെയ്യാറ്, സപ്പോർട്ട് ഗ്രീൻ കളറിലാണ് മാർക്ക് ചെയ്യാറ്. അപ്പോൾ സിമിലർ റീസൺസ് ഒക്കെ തന്നെ, അതായത് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഏതൊരു അസറ്റും ആവാം, ഗോൾഡ് ആവാം, സ്റ്റോക്സ് ആവാം, ഫോറക്സ് ആവാം. മുമ്പ് വലിയൊരു വീഴ്ച വീണിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഇങ്ങനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുന്ന് വാങ്ങിച്ചവരൊക്കെ ഒരുപോലെ അവസാനിപ്പിക്കാം, പ്രോഫിറ്റ് എടുക്കാം എന്ന് വിചാരിക്കുന്ന ഒരു ഏരിയയാണ് മുമ്പത്തെ ഈ വലിയ സീലിംഗ് അല്ലേ, എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥലം. ഇത് വിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയില്ലയോ എന്നറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും റിസ്ക് എടുക്കണ്ട, അവിടെ വെച്ചിട്ട് സെല് ചെയ്യാമെന്ന് പല ആൾക്കാരും ഒരുമിച്ച് ചിന്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ റെസിസ്റ്റൻസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ട്രെൻഡ് ട്രേഡിങ്ങിൽ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനേക്കാളും ഉപരി ഹെൽത്തി ട്രെൻഡിൽ നമ്മൾ നോക്കുന്നത് ഫ്ലിപ്പ് സോണിനെയാണ്. അതായത് ഒരിക്കൽ റെസിസ്റ്റൻസ് ആയ സ്ഥലം പിന്നീട് സപ്പോർട്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് രണ്ട് കളറിൽ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല, അതിന് വേറെ നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെയും മിഡ് ഓറഞ്ച് കളറിലാണ് മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ 3 ഫാക്ടേഴ്സാണ് എപ്പോഴും നമ്മൾ ട്രെൻഡ് ട്രേഡിങ്ങിൽ മുഖ്യമായിട്ട് നോക്കുക. ഒന്ന് ട്രെൻഡ് ലൈൻ, ഒന്ന് മാർക്കറ്റ് മുമ്പ് തടയപ്പെട്ട സ്ഥലം, 3 ഫിബൊനാച്ചി 61 അല്ലെങ്കിൽ 78. അപ്പോൾ ഇത് 3 ഉണ്ടെങ്കിൽ ബെസ്റ്റ്. അപ്പോൾ ഇതിനെയാണ് കൺവെർജിങ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ടെക്നിക്കൽ ഫാക്ടേഴ്സ് എല്ലാം കൂടി കമ്പൈൻ ചെയ്യുന്ന സ്ഥലം ചിലപ്പോൾ 3 ഉണ്ടാവുന്നില്ല, 2 ഉണ്ടാവുള്ളൂ. ഫോർ എക്സാമ്പിൾ ഫ്ലിപ്പ് സോൺ ഇല്ല, എടുത്ത് കളയാം. ഇവിടെ മാർക്കറ്റ് പോയി, അപ്പോൾ ഫ്ലിപ്പ് സോണും ഇവിടെയാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ ഫ്ലിപ്പ് സോണും 78 ഒരിക്കലും ലൈൻ ആവില്ല, ട്രെൻഡ് ലൈനൊന്നും. അപ്പോൾ 2 കൺവെർജിങ് പോയിന്റ്. അപ്പോൾ ഇതുപോലെ 2-3 ഫാക്ടേഴ്സ് സംഗമിക്കുന്ന ഒരു സോണിൽ നിന്നാണ് നമ്മൾ ബൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് ബേസിക്കലി ട്രെൻഡ് ട്രേഡിങ് അല്ലേ. ഇപ്പോൾ ട്രെൻഡ് ട്രേഡിങ് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് ഹെൽത്തി ആയിട്ട് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് ഇമ്പൾസീവ് മൂവ്, കറക്റ്റീവ് മൂവ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് നല്ല ഡിസ്കൗണ്ട് പ്രൈസിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു നിശ്ചിത അകലത്തിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസും ടാർജറ്റും വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ്, അതായത് ഈ ഒരു ട്രെൻഡ് സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത് സ്റ്റോപ്പ് ലോസ് അടിക്കുന്നേക്കാൾ സാധ്യത കുറച്ച് കൂടുതലാണ് അത് വീണ്ടും ഒരു പുതിയ ഹൈ ഉണ്ടാക്കാൻ. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇനേഷ്യ. അപ്പോൾ നമ്മൾ എത്ര താഴ്ത്തുനിന്ന് വാങ്ങുന്നുവോ അത്ര നമുക്ക് പ്രോഫിറ്റ് കൂടുതലായിരിക്കും അല്ലേ. നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിച്ചു എന്ന് വിചാരിച്ചു, ഇവിടെ എത്തിയപ്പോഴേക്കും വാങ്ങിച്ചാലോ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് എപ്പോഴും ഇതിന് താഴെ വേണം വയ്ക്കാൻ അല്ലേ, ഇതിന് താഴെ വേണം വയ്ക്കാം. ടാർജറ്റ് പ്രീവിയസ് ഹൈ വയ്ക്കുന്നതായിട്ട് സങ്കല്പിക്കാം. അപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടുള്ളൂ. ഇനി മാർക്കറ്റ് ഇവിടെ എത്തിയിട്ട് വാങ്ങിച്ചാലോ 1 കിട്ടി. കുറച്ചുകൂടി താഴെ നിന്ന് വാങ്ങിച്ചാലോ 1 കിട്ടി അല്ലേ. അപ്പോൾ നമ്മൾ എടുക്കുന്ന റിസ്കിന് എത്ര റിവാർഡ് കിട്ടുന്നു എന്നുള്ളത് നിശ്ചയിക്കുന്നത് ഇങ്ങനെ ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റ് എത്ര താഴെ നിന്നാണ് നമ്മൾ വാങ്ങുക എന്നുള്ളത് നിശ്ചയിച്ചാൽ. എന്ന് വെച്ചാൽ അധികം താഴേക്ക് വരികയാണെങ്കിൽ ആ പ്രൈസ് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ പ്രൈസ് വീണ്ടും താഴത്തേക്ക് വന്ന് ഈ ലിക്വിഡിറ്റി ഹണ്ട് ചെയ്യാനുള്ള, അതായത് ഇതിന് ഈ സ്വിങ്ങിൻ്റെ തൊട്ട് താഴത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ലിക്വിഡിറ്റി ഹണ്ട്. അത് നമ്മൾ അടുത്തൊരു സെക്ഷനിൽ പഠിക്കും, എങ്ങനെയാണ് സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് പ്രൈസ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതിന് താഴത്തേക്ക് വരാനുള്ള സാധ്യത കൂടുന്നതെന്നൊക്കെ. അപ്പോൾ സാധാരണ നിലയ്ക്ക് ട്രെൻഡ് ട്രേഡിങ്ങിൽ നമ്മളെപ്പോഴും നോക്കുന്ന കാര്യങ്ങൾ ഇത് 3 ട്രെൻഡ് ലൈൻ, ഫിബ് ലെവൽസ് ആൻഡ് ഫ്ലിപ്പ് സോൺ.
ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്ത വീഡിയോ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ ആ വീഡിയോ ലെങ്ത്ത് കൂടുമ്പോൾ അത് അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് നമ്മളുടെ